lose it. That ഇവിടെ gives you the പൗലോസ് pain. വേണ്ടെന്ന് വെച്ചത് വെറുതെ കിട്ടിയവയല്ല. What Paul has said as gains is not what he got free. യേശുവിനെ കിട്ടിയപ്പം ഇനി എനിക്ക് അത് വേണ്ട എന്ന് താൻ പറഞ്ഞത് തനിക്ക് വെറുതെ കിട്ടിയവയല്ല. What he said, all the gains which he received, what he said as loss for Christ, is not what he received freely. ഗെയിൻ ചെയ്തവയാണ് വേണ്ടത് വെച്ചത്. It was all what he had gained that he said. എന്തൊക്കെയായിരുന്നു താൻ ഗെയിൻ ചെയ്തത്? So what was it that he gained? താൻ ജന്മം കൊണ്ട് ഗെയിൻ ചെയ്തുണ്ടായിരുന്നു, താൻ കർമ്മം കൊണ്ട് ഗെയിൻ ചെയ്തുണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. There were some things he had gained through his birth and some things that he gained through his work. താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് 5-ാം വാക്യം വായിച്ചോ. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. We can go to Philippians 3:5. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണം നീതി സംബന്ധിച്ച അനന്യൻ. So Philippians 3:5 and 6, circumcised the 8th day of the stock of Israel, of the tribe of Benjamin, and Hebrew of the Hebrews, as touching the law of Pharisee, concerning zeal, he was persecuting the church, touching the righteousness which is in the law, blameless. Blameless. ഇതൊക്കെയായിരുന്നു തന്റേത്. These were all the gains that he had achieved. ഇവിടെ തനിക്ക് ഉണ്ടായതെല്ലാം ജന്മം കൊണ്ട് കിട്ടിയതാണ്. This is all what he received by his birth. ഇവിടെ അദ്ദേഹം പറയാണ്, 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുന്ന ഒരു ജീവിതക്രമത്തിൽ ഒരു യഹൂദനായി ജനിച്ചവനാണ് ഞാൻ. He was born as a Jew who was circumcised on the 8th day. ജന്മം കൊണ്ട് ഞാൻ ഒരു ഇസ്രായേൽ ഗോത്രക്കാരനാണ്. By birth he was an Israelite. ബെന്യാമീൻ ഗോത്രത്തിലാണ് ജന്മം കൊണ്ട് ഞാൻ ജനിച്ചത്. He was born of the tribe of Benjamin. എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ് ഞാൻ. He was a Hebrew of the Hebrews. പരീശനാണ് ന്യായപ്രമാണം സംബന്ധിച്ച്. Touching the law, he was a Pharisee. ഇതെല്ലാം എനിക്ക് ജന്മം കൊണ്ട് ലഭിച്ചതാണ്. These were all what he received by birth. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനാണ്. ആ ശുഷ്കാന്തി തനിക്ക് ജന്മം കൊണ്ട് ലഭിച്ചതാണ്. ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനാണ്. ആ ന്യായപ്രമാണം പഠിക്കുക എന്ന ചിന്ത പോലും തനിക്ക് ബൈ ബർത്ത് ലഭിച്ചവയാണ്. Concerning zeal, he was persecuting the church, touching the righteousness which is the law, blameless. All these he received by his birth. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയ ചിലതും കൂടി ഉണ്ട് അദ്ദേഹത്തിന് പറയാനുണ്ട്. Together with this, there were some things he had got with a price as well. ഇയാൾ റോമൻ പൗരനായിരുന്നു. He was a Roman citizen. റോമൻ പൗരത്വം അന്നത്തെ കാലത്ത് വിലയ്ക്ക് വാങ്ങുന്നത് വളരെ അപൂർവമാണ്. Very few people could buy Roman citizenship at that time. വലിയ വില കൊടുത്ത് റോമൻ പൗരത്വം വിലയ്ക്ക് വാങ്ങിയതാണ് ഈ മനുഷ്യൻ. Paid a lot of cost to buy the Roman citizenship. ആ റോമൻ പ്രിവിലേജസ് എല്ലാം അനുഭവിക്കത്തക്ക അത് വിലയ്ക്ക് വാങ്ങിയ ആളാണ് അദ്ദേഹം. So he bought it so that he could get all the privileges of the Roman citizenship. അപ്പോൾ ആ കാലയളവിനെ ഞാനൊന്ന് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 40 വർഷം കൊണ്ട് അദ്ദേഹം ഗെയിൻ ചെയ്തവയാണ് ഇവയെല്ലാം. So he has achieved all these things over the last 40 years. ആ ഒരു പ്രായത്തിന്റെ കാര്യം പറഞ്ഞ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാകാൻ എളുപ്പം വരും. If we say the age 40, then you would tend to understand how 40-50 വർഷം കൊണ്ട് താൻ ഗെയിൻ ചെയ്തു. ഒരു പുരുഷായുസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ താൻ ഗെയിൻ ചെയ്തവയാണ് ഇവിടെ പറയുന്നത്. These are all the things that he achieved in his lifetime in about 40 to 50 years. ഈ ഒരു 50 വർഷത്തെ കാലം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുകയാണ്. So I'm showing you that 50 years of Paul. ഒരു 50 വർഷത്തിനിടയിൽ ഒരു മനുഷ്യൻ വെട്ടിപ്പിടിച്ചതെല്ലാം. So he's got everything that he wanted in that 40 to 50 years. ഇവിടെ ഇതാ ഒന്നിനു മുമ്പിൽ അടിയറവ് വെക്കുകയാണ്. Now he self-sacrifices before one thing, submits. തനിക്ക് ലാഭമായതൊക്കെയും ഛേദമെന്നുകയാണ്. All that he had gained, he considers it loss. മണ്ടൻ. We may think he's a fool. എന്തോ ഒരു ഭോഷത്വമായി കാണിക്കുന്നത്. We'll think it is foolishness. 50 വർഷം കൊണ്ട് കരഗതമാക്കിയതിനെ ഒരൊറ്റ സുപ്രഭാതത്തിൽ വേണ്ട എന്ന് വെക്കുകയോ ലാഭമായതിനെ ഛേദമെന്നുകയോ. What you have gained in 50 years, are you losing it in one day? What you have considered as gains, he thinks it is lost now. ഇവിടെയാണ് താൻ കണ്ട കാഴ്ചയുടെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നത്. So this is the seriousness of what he has seen. തന്നെ ഈ ഒരു മനോഭാവത്തിലേക്ക് എത്തിച്ചത് എന്താണ്? What is it that gave him this attitude? തന്നോട് ആരെങ്കിലും പറഞ്ഞോ ഇതെല്ലാം ഉപേക്ഷിക്കാൻ? Did anyone tell him to leave these things? അല്ല, യേശുവിന്റെ ഉപദേശം യേശുവിനെ കാണുന്നതോടെ ലാഭമായതെല്ലാം ചേർന്നെന്നുള്ളതാണോ? Is that the teaching that when you see Jesus, everything what you count as gain, you consider it as loss? അതാണ് യേശുവിന്റെ ഉപദേശം. Is that what Jesus teaches? ബ്രദറെ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ ബിസിനസ് ചെയ്ത് ഞങ്ങൾക്ക് കുറച്ച് സേവിങ്സ് ഉണ്ട്, കർത്താവിനെ കണ്ടുമുട്ടി, ഇനിയിപ്പോ അത് ഞങ്ങൾ കളഞ്ഞേക്കാം. അതാണ് യേശുവിന്റെ ഉപദേശം. Is that what Jesus says? If you've had business for 10 years and you have to lose everything when you meet him?
അതല്ല ഇവിടെ പറയുന്ന വിഷയം. This is not the meaning here. പിന്നെ എന്താ ഇവിടെ പറയുന്ന വിഷയം? Then what is it here? കുറച്ചുകൂടെ ഡെപ്ത് ആണ്. It's a bit more in deep. ഇദ്ദേഹത്തെ ഈ ഒരു മനോഭാവത്തിലെത്തി, ഞാൻ പറഞ്ഞില്ല ആദ്യമേ നിങ്ങളുടെ ഉള്ളിൽ വീഴേണ്ടത് ഈ ഒരു ബേസിക് ആണ്. എന്തായിരുന്നു ഇദ്ദേഹം, എന്താണ് ഇപ്പൊ ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന അവസ്ഥ? താൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഇതെല്ലാം താൻ ഒരു 50 വർഷം കൊണ്ട് വെട്ടിപ്പിടിച്ചവയാണ്. അവസാനം താൻ എത്തുന്ന ഒരു ഉപസംഹാരമാണ്, എനിക്ക് ഈ ലാഭമായതെല്ലാം ഞാൻ ചെയ്തമെന്ന് എണ്ണുക. ആരും എന്നോട് എണ്ണാൻ പറഞ്ഞതല്ല, ഈ കൽപ്പന ഉണ്ടായിട്ടല്ല, എണ്ണിയില്ലെങ്കിൽ എനിക്ക് ദോഷമുള്ളത് കൊണ്ടല്ല. താൻ എത്തി വന്ന ഒരു കൺക്ലൂഷൻ പറയുകയാണ്, ഞാനിപ്പോ അങ്ങനെ അങ്ങ് എണ്ണുകയാണ്. This is a conclusion what Paul says. Everything what he has achieved in the last 50 years, he considers all those gains as loss. Not because somebody has told him. It is just that it is his decision. ഇവിടെയാണ് ക്രിസ്ത്യൻ മാൻഡേറ്റ്, ക്രിസ്തീയ മാർഗരേഖ ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. This is where we see the Christian mandate. ആരും കൽപ്പന തന്നുകൊണ്ടല്ല ഞാനത് ചെയ്യുന്നത്. It is not because of any commandments that you have received. പിന്നെ എന്തായിരുന്നു ഇദ്ദേഹത്തെ ഇതിനെ പ്രേരിപ്പിച്ച ഘടകം? What made him do it? ശരിക്കും ഇതൊരു ഉപേക്ഷണമായിരുന്നോ? Was this a real rejection or omission of all these things? ശരിക്കും ഇയാൾ അത് ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു? Did he leave all these things? ശരിക്കും എന്തായിരുന്നു അത്? What did he do? എന്തായിരുന്നു ഇതിന്റെ റീസൺ? What was the reason? Verse 8. Philippians 3:8. എട്ടാമത്തെ വാക്യത്തിൽ അതിന്റെ റീസൺ അദ്ദേഹം പറയുകയാണ്. The reason he says. എന്തായിരുന്നു അതിന്റെ റീസൺ? What was the reason? അത്രയുമല്ല, എന്റെ കർത്താവായ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. This is the reason. This is the reason for the knowledge of for the excellency of the knowledge of Christ. That was the reason he left everything. Not the commandment of Jesus. Not because of the commandments of Jesus. യേശു ഇത് ഉപേക്ഷിക്കാൻ പറഞ്ഞുകൊണ്ടല്ല ഇത് ഉപേക്ഷിച്ചേ. Not because Jesus told him to leave it. ഛേദമെന്ന് എണ്ണിയത് ഛേദമെന്ന് എണ്ണാൻ കർത്താവ് പറഞ്ഞിട്ടല്ല. God didn't tell him to count it all loss. ഇവിടെയാണ് നിങ്ങളുടെ എല്ലാവരുടെ അറ്റൻഷൻ അതിലേക്ക് വരേണ്ടത്. Come to that attention to this man. താൻ ഈ കണ്ട വർഷങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിച്ചതിനോട്, whatever he's gained over the last 50 years, തനിക്ക് വിരക്തി തോന്നിയത്, he is rejecting all that now. ഈ ഒറ്റ പോയിന്റിലാണ്, ഒറ്റ റീസണിലാണ്. It's because of this one reason. Oh my God. ഒരൊറ്റ കാര്യത്തിലാണ് താൻ അതിനെ മുഴുവൻ ഛേദമെന്ന് എണ്ണിയത്. It is for this reason that he considers all what he has gained as loss. അത് ഇവിടെ വ്യക്തമാണ്, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. That is for the excellency of the knowledge of Christ. വേറൊന്നുമില്ല, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. It is to know the excellency of the knowledge of Christ. Excellency of the knowledge of Christ. Amen. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. Because of the excellency of the knowledge of Christ. എല്ലാവരും കരങ്ങൾ ഉയർത്തി എന്ന് പറഞ്ഞു, യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. For the excellency of the knowledge of Christ. യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശ്രേഷ്ഠത നിമിത്തം. To get that excellency of the knowledge of Christ. യേശുവിനെ കൂടുതൽ അറിഞ്ഞ നിമിത്തം. Because he knew Jesus more. യേശുവിനെ കൂടുതൽ അറിഞ്ഞ നിമിത്തം തനിക്കുണ്ടായ ഒരു അവസ്ഥയാണ് ഈ വാക്യത്തിൽ പറയുന്നത്. This is the state that he was in because he knew more about Jesus. യേശുവിനെ കൂടുതൽ അറിഞ്ഞപ്പോൾ തനിക്കുണ്ടായ അവസ്ഥയാണ് താൻ ഈ പറയുന്നത്. This is the state that he is when he understood more about Jesus. തന്റെ പ്രശംസാ വിഷയങ്ങളെല്ലാം മാറിപ്പോയി. Everything what he glorified in all moved away. തന്റെ പ്രശംസാ വിഷയങ്ങളെല്ലാം മാറിപ്പോയി. All that he glorified in has moved away. തന്റെ പ്രശംസയെല്ലാം ഒരൊറ്റ വിഷയത്തിലായി മാറി. Now it is all focused on one point. അത് വേറൊന്നുമല്ല, കർത്താവായ യേശുവിനെ മാത്രമായി മാറി. That becomes Jesus Christ. ഇത് ശിഷ്യത്വത്തിന്റെ ഒരു മുഖമാണ്. This is a face of discipleship. 50-60 വർഷങ്ങളൊക്കെ വെട്ടിപ്പിടിച്ചു, ജോലി ചെയ്തു, പിള്ളേരെ വളർത്തി, വീട് മോർഗേജ് തീർത്തു, for 50 or 40 or 50 years, we bring up children, we have been working, giving mortgage. ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ഞാനും ഫൈനലി എത്തുന്ന ഒരു കൺക്ലൂഷനാണ് ഇവിടെ അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. And this is this final conclusion that we all reach. ഒരുപാട് ഓടി, ഒത്തിരി വെട്ടിപ്പിടിച്ചു, ഒത്തിരി എല്ലാം ചെയ്തു. We have ran a lot, we have done a lot. അവസാനം എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു ഉപസംഹാരം. Now this is a conclusion that you could achieve. അത് ഒരു 10 വർഷം മുമ്പേ അത് എത്തിയാൽ രക്ഷപ്പെട്ടു കേട്ടോ. If you get it 10 years earlier, it is better.
50 വർഷം കൊണ്ട് ലഭിക്കേണ്ടത് ഒരു 5 വർഷം മുമ്പേ ലഭിച്ചാൽ ആ 5 വർഷം കൂടെ കർത്താവിന് വേണ്ടി തീവ്രതയോടെ പ്രയോജനപ്പെടാം. Instead of 50, if you could achieve that in 45 years, then you could work another 5 years for Jesus. ഇല്ല, ഒരു 20-ാമത്തെ വയസ്സിൽ ഈ തിരിച്ചറിവ് കിട്ടിയാൽ അടുത്ത ഒരു 60 വർഷം കർത്താവിന് വേണ്ടി പിന്നെ If you പ്രയോജനപ്പെടാം. get this at 20 years, you can work for him for 60 years. ചെറുപ്പക്കാരൊക്കെ ഭാഗ്യമുള്ളവര്. All the young people are lucky. നേരത്തെ ഇത് കിട്ടിയല്ലോ. You got it very early in life. ലേറ്റ് ആകും തോറും അത്രയും ടൈം കുറയുവാണ് ഇനി ഓടാൻ വേണ്ടി കർത്താവിന് വേണ്ടി. The more later you understand this, the time is less for you to run. എന്നാൽ നേരത്തെ അറിയുമ്പോൾ കൂടുതൽ തീവ്രതയോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ The പറ്റുക. earlier you get it, you can run with more zeal. ഇവിടെ ഇതാ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ചേരുമെന്ന് എണ്ണുകയാണ് ഒരു ഒറ്റ കാര്യത്തിന് മുമ്പിൽ. Excellency of the knowledge of Christ. I count all my gains as losses in front of one thing, excellency of the knowledge of Christ. അപ്പൊ ഈ യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു. യേശുവിനെ കുറിച്ചുള്ള എല്ലാവരും പറ, യേശുവിനെ കുറിച്ചുള്ള. Repeat after me. യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. Excellency of the knowledge of Christ. Please repeat after us. It's the excellency Is the excellency of the knowledge of Christ. യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശ്രേഷ്ഠത. It's the excellency of the knowledge of Christ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറ, യേശുവിനെ കുറിച്ചുള്ള. Turn to the person next to you and say, excellency of the knowledge of Christ. അറിവിന്റെ ശ്രേഷ്ഠത. കർത്താവിനെ ആഴത്തിൽ അറിഞ്ഞതിൽ നിന്നുള്ള കാര്യമായി ഇവിടെ പറയുന്നത്. It is because you have understood this God in a deeper way. യേശുവിനെ ആഴത്തിൽ അറിഞ്ഞതിന്റെ ഒരു കാര്യമായി ഇവിടെ പറയുന്നത്. It is after you have known Jesus in a very deep സാധാരണ way. രീതിയിൽ അറിവ് കൂടുന്തോറും തലേക്കനം കൂടുവല്ലേ ചെയ്യാറ്? Really, when in the real world, the more you know, the more head weight you have. ആണോ ഇവിടുത്തെ സാധാരണക്കാരൻ വെറും സാധാരണക്കാരനായിട്ട് നടക്കുന്നു. അവന് ഒരു തലക്കനവും ഇല്ല. ഇപ്പൊ ഇതാണ്ട് പാർഷ്യൽ ഹെഡ് ഡാമേജ്ഡ് എന്ന് പറയുന്ന PhD ഒരുത്തിന് കിട്ടിയപ്പോഴത്തേക്കും. In the worldly way, the more qualified you are, the more head weight you have. PhD കിട്ടിയപ്പോഴത്തേക്കും പാർഷ്യലി അവന്റെ ഹെഡ് അങ്ങ് ഡാമേജ്ഡ് ആയിട്ട് പിന്നെ അങ്ങ് തലക്കനം പിടിക്കുകയാണ്. അറിവ് കൂടും തോറും തലക്കനം പിടിക്കുന്ന അല്ല ഈ ലോകത്ത് നിങ്ങൾ ഞാനും കാണുന്നത്. In this world, what you see is the more qualified you are, then they get more sort of, they have more head ജീവിത weight. സൗകര്യങ്ങൾ മാറുന്ന അനുസരിച്ച് മനുഷ്യൻ കൂടുതൽ ജാടയിലാകുന്നതല്ലേ കണ്ടിട്ടുള്ളേ? People get more arrogant when their facilities increase. പക്ഷെ ഇവിടെ നിങ്ങളൊന്ന് കണ്ട ഇത്. But look at the point here. ഈ ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾ ഒന്ന് പഠിച്ചേ. Look at this Christian principle. ഇത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്? How many can acknowledge this? അറിവ് കൂടുന്തോറും താഴ്ന്നു വന്ന ഒരു ലെവൽ എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്? As you grow in the knowledge, you go lower down. ഹലോ, ഒന്ന് മിണ്ടിക്കേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ ശ്രേഷ്ഠത വരും തോറും, as you grow in the knowledge of the excellency of the knowledge of Christ, ആ അറിവ് വരുന്ന മനുഷ്യൻ ഇവിടെ താഴ്ന്നു വരികയാണ്. the more he knows about Jesus, the lower he goes. അതിന്റെ കാരണം എന്താണെന്നറിയോ? What is the reason for that? ഇയാൾ ഈ അറിഞ്ഞ ആളുടെ പ്രശ്നമാണ്. It is because of the person he knew. അറിഞ്ഞ ആളുടെ നേച്ചറാണ്. It is the nature of the person he knew. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. എന്ത് നിങ്ങൾ അറിയുന്നോ അതിനെ ബേസ് ചെയ്തിരിക്കും നിങ്ങളുടെ അഹങ്കാരം വർദ്ധിക്കുന്നത്. The arrogance is based on what you achieve or what you have got. യേശുവിനെയാ നിങ്ങൾ അടുത്തറിയുന്നതെങ്കിൽ, if you know Jesus very closely, നിങ്ങൾ പോലും അറിയാതെ സകല അഹങ്കാരങ്ങളോടെ മുട്ടുകുത്തും. കാരണം all the arrogance in you will submit to Jesus. ശിഷ്യന്റെ കാല് കഴുകിയ ഗുരു. It was Jesus who washed the feet of his disciples. എന്റെ അമ്മേ, ആളെ പഠിക്കുന്നേ. You are learning that person. ശിഷ്യന്റെ കാല് കഴുകിയ ഗുരു. The person who's washed the disciples' feet. നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ട്? ശിഷ്യന്റെ കാല് കഴുകിയ ഗുരു. It is the master who washed the feet of the disciples. നിങ്ങൾ ഇവിടെ ഇല്ല, എന്റെ കൂടെ ഇല്ല. ശിഷ്യന്റെ കാല് കഴുകിയ ഗുരുവിനെയാ പഠിക്കുന്നേ. You are learning about the master who washed the feet of the disciples. രാജകൊട്ടാരവും മണിമാളികയും പിറക്കാൻ തെരഞ്ഞെടുക്കാൻ ഉണ്ടായിട്ടും വഴിയമ്പലത്തിൽ ഇടം കിട്ടാഞ്ഞ് വഴിയിൽ പ്രസവിക്കപ്പെട്ടവൻ.
He had a choice to be born in a big palace, but he didn't even get a place in an inn, and he was born in a stable. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനല്ല, മനുഷ്യനിൽ ഏറ്റവും താഴെ He didn't hold on to his godliness and he humbled himself. ദാസനായി, Came to the lowest level as a മനുഷ്യനായി. servant. He became a man. എനിക്ക് നിങ്ങൾക്കും എല്ലാം അറിയാവുന്ന സ്റ്റെപ്പ് മേലോട്ടല്ലേ? We know is growing up, but he comes down. ദാസനായി തുടങ്ങി, He became a servant. മേലോട്ട് കയറും അല്ലെ? ആ ഓർഡർ എന്ന് പറഞ്ഞു. ദാസനായി, ദാസന്മാരുടെ സുപ്പീരിയറായി, പിന്നെ കാര്യസ്ഥനായി, കാര്യസ്ഥൻ പിന്നെ ഉടമയായി, ഉടമ പിന്നെ ഉടമയുടെ മേൽ. ആ ഒരു ലൈനല്ലേ എനിക്ക് നിങ്ങൾക്ക് അറിയാതെ. പക്ഷെ ഈ ലൈൻ ഒന്ന് കേട്ടെ, ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഈ ലൈന് ദൈവമായിരുന്നു. He was God. ആണ് ഗ്രാഫ് താവട്ടാ. His graph is down. മനുഷ്യനായി, He became man. മനുഷ്യന്റെ ഇടയിലെ കൊള്ളാന്നല്ല ഒന്ന് ദാസനായി. Then he became a servant. ദാസരിൽ ദാസനായി. The servant of servants. ഓ ശരി പൊള്ളുന്നല്ലേ? ഇങ്ങനെ ഒരു മുഖമുണ്ടോ ക്രിസ്ത്യാനിറ്റിക്ക്? Does Christianity have this kind of a face? ഹല്ലേലൂയ. ഈ അറിഞ്ഞ ആളുടെ പ്രശ്നമാണ് ഈ ഉപേക്ഷണത്തിന്റെ കാരണം, വേറെ ഒന്നുമില്ല. The reason that he's left everything is because of the person that he has known. ആ അറിവിന് മുമ്പിൽ സകലവും ചപ്പൊന്നും ചവർന്ന് എണ്ണിപ്പോവുകയാണ്. In that knowledge of Christ, he caused everything else is a waste for him. അത്രയുമല്ല, എന്നിട്ട് പറയാം, അത്രയുമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. Because of the excellency of the knowledge of Christ. ഓ ഹല്ലേലൂയ. ഇവിടെ ആ നോളജിന്റെ എക്സലൻസിയിലാണ് ഇദ്ദേഹത്തിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായത്. The changes in him is because of that excellency of the knowledge of Christ. ആ ബിഗിനിങ്ങിൽ ഒരുപക്ഷെ പലതും എനിക്ക് തോന്നുന്നില്ല അത്ര കണ്ട് വിട്ടുപോയിട്ടുണ്ടെന്ന്. If it was in the beginning of the knowledge, he may not have left all these things. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാം വേണമെങ്കിൽ. നമ്മൾ ഈ യേശുവിലോട്ട് ജീവിതം തുടങ്ങുമ്പോഴത്തേനും ഈ ഫസ്റ്റ് പേഴ്സൺ ഐ ഇങ്ങനെ നിൽക്കുവേ. When we start a life in Jesus, our eyes stand straight. ഇതിനെ ഇച്ചിരി പൊക്കോളെ. ഞാൻ, that is me or I. എപ്പോഴും ഞാൻ ഇങ്ങനെ നിൽക്കുവേ. That I stands straight. ഇങ്ങനെ ഞാൻ എപ്പോഴും എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും. I will always be standing up straight. ഇതിന് മേളിലോട്ടാണ് ക്രൈസ്റ്റ് വന്നിരിക്കേണ്ടത്. Now Christ is coming on top of me. ഈ ഇരിക്കുന്ന ക്രൈസ്റ്റിനെ ഇരിക്കാൻ നമ്മൾ അനുവദിക്കും തോറും ഇത് വളയാൻ തുടങ്ങും. Now as you allow Christ to grow in you, you start going down. ഇപ്പൊ ഇതാ ഒരു സീറോ ആയി മാറിയത്. And then it becomes a zero. Hallelujah. Hallelujah. More you allow Christ in you, the more we allow Christ in us, കർത്താവിനെ നമ്മൾ കൂടുതൽ അനുവദിക്കും തോറും, the more we allow Christ in us, നമ്മിലെ നാം പോലും അറിയാതെ സീറോ ആവുകയും the self in me, ഞാൻ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ വന്ന് നിൽക്കുകയും ചെയ്യുകയാണ്. അത് യേശു മാത്രമാണ്. The self in me becomes zero, and that person in me who stands up is Jesus. ലോകത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. The worldly knowledge and the knowledge of Christ is ലോകത്തിന്റെ ജ്ഞാനവും ലോകത്തിന്റെ സ്ഥാനവും ലോകത്തിന്റെ പ്രൗഢിയും നിങ്ങളെ ഒരു ഒന്നാം തരം അഹങ്കാരിയാക്കും. The world and its riches and the qualifications can make you proud. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ആഴവും ദൈവത്തിന്റെ കൃപയും ഓരോ ദിവസവും നിങ്ങൾ പോലും അറിയാത്ത സിമ്പിൾ മനുഷ്യരാക്കി മാറ്റും. But the knowledge of Jesus and his grace will make you a simple person. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് ഒരു ക്ലാസ്സിനും പോകണ്ട, യേശുവിനെ പഠിച്ചാൽ മതി. You don't have to go for any personality development classes. All you have to do is learn Jesus. ഞാൻ വ്യക്തമായിട്ട് പറയാം, no need to go. You don't have to go for any classes. ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സിനും പോകണ്ട. ഈഗോ, സൂപ്പർ ഈഗോ, ഹൗ ടു സാക്രിഫൈസ് സൂപ്പർ ഈഗോ, 10 month study. No need of 10 month study. You don't have to go for any. Understand Jesus. യേശുവിനെ പഠിക്കുക.
Learn ഈഗോയും Jesus. അവിടെ സാറ്റിസ്ഫൈഡ് ആകും, സൂപ്പർ ഈഗോയും അവിടെ സാറ്റിസ്ഫൈ, സകല ഈഗോകളും അവിടെ ഇടിച്ചു വീണിട്ട് ആ കുരിശിന് മുമ്പിൽ മുട്ടുകുത്തി എന്റെ പോരോ ഞാനൊന്നും ഇല്ലേന്ന്. All the ego of yours will submit to his cross. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ടാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഏതു മനുഷ്യനെയും, അറിയാവുന്നവരൊന്ന് പറഞ്ഞ ആ വാക്ക്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. ഒന്ന് പറഞ്ഞ ഏതു മനുഷ്യനെയും. Colossians 1:28. Colossians 1:28 says. ഷൈനിയാവ് 1:28 ആണോ? Colossians 1:28 ആണോ? അത് തന്നെ. We may present every man perfect in Christ Jesus. We are preaching this good news of Jesus. We are preaching the finished work of Jesus to present every man blameless before God and before world. ലോകത്തിന് മുമ്പിലും ദൈവത്തിന് മുമ്പിലും ഏതു മനുഷ്യനെയും തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നു. We preach because to put every man, present every man to the world and to Jesus perfect in Christ. ഞങ്ങൾ ഒന്ന് ചിന്തിക്കുകയെ, പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനെ നിർത്തണമെങ്കിൽ അവനെ പെർഫെക്റ്റ് ആക്കാനുള്ള സെമിനാർസിനല്ലേ പങ്കെടുപ്പിക്കണ്ടേ? If you have to make a person perfect in Christ, you have to start seminars. എങ്ങനെ പെർഫെക്റ്റ് ആകണമെന്നുള്ള ട്രെയിനിങ് അല്ലേ കൊടുക്കണ്ടേ? You have to give training if that person has to be perfect. അല്ലേ? Usually it is like that. അങ്ങനെയല്ലേ സാധാരണ ചെയ്യാറ്? അങ്ങനെയല്ലേ? ഇപ്പൊ ഒരാളിപ്പോ പെർഫെക്റ്റ് ആണെങ്കിൽ അവനെ പെർഫെക്ഷൻ നടത്താൻ വേണ്ടിയുള്ള നമ്മൾ കുറച്ച് ബുക്സ് ഒക്കെ വേണം അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും. എന്നിട്ട് പറയും maybe this book will help you. Okay, to make a person perfect he has to have some training, or you may give him some books and tell him this is the way you have to be perfect. പക്ഷെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ മിസ്റ്റർ പെർഫെക്റ്റ് ജീസസിനെ പഠിച്ചാൽ പെർഫെക്റ്റ് ആവുമെന്ന്? Have you ever heard that if you learn Mr. Perfect Jesus you will become perfect? ഇതുപോലെ നിങ്ങളെ പെർഫെക്റ്റ് ആക്കുന്ന വേറൊന്നില്ല. There is nothing else which can make you perfect like Jesus. ഒരു ട്രെയിനിങ്ങും നിങ്ങളെ പെർഫെക്റ്റ് ആക്കത്തില്ല. യേശുവിനെ അറിയാൻ നോക്കിയോ നിങ്ങൾ പെർഫെക്റ്റ് ആവും. No training can make you perfect, but if you know Jesus you will be perfect. നിങ്ങൾ ആ ഗ്രാഫ് ഒന്ന് കാണുക. Look at that graph. ലോകം വരയ്ക്കുന്ന ഗ്രാഫ് എല്ലാം താഴെ നിന്ന് മേളിലോട്ടാ. What the world draws is a graph which goes from below and it goes up. ഈ ഗ്രാഫ് വരച്ച് നമ്മളെല്ലാം മേളിൽ എത്തിയിരിക്കട്ടെ. Even if we draw this graph and reach up, ഒരു certain level എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു വലിയ ശൂന്യത ഉണ്ടാകും ജീവിതത്തിൽ. After you reach a certain level there's a lot of emptiness in your life. ഇത് അനുഭവിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? How many experience that? ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം കുറെ പൈസയൊക്കെ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? Well, you may think you need money, but once you get the money, what is it then after that? ഏറ്റവും അവസാനം എന്താണ്? Okay, what is the end of getting it? മില്യൺ അല്ല ബില്യണേഴ്സ് ആയിരിക്കട്ടെ. You could be the billionaires of this country. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് സിമ്പിൾ ഒരു പേപ്പർ അല്ലാതെ എന്താണിത്? At the end of the day, what is this? Money. എന്ത് അതിന് നിങ്ങൾക്ക് തരാൻ പറ്റും? What can money give you? ഉള്ള സമാധാനം എടുത്തോണ്ട് പോകാൻ അതിന് പറ്റും. കാരണം പണക്കാരനാകുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്വസ്ഥതയോടെ ഉറങ്ങാൻ പറ്റിയല്ല. The more richer you get, the less peace you have. അതൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാം വെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴും even after you gain everything, നമ്മൾ എത്തുന്ന ഒരു ഉപസംഹാരമുണ്ട്. You get that final conclusion. വീടില്ലാത്തവന് വീടുണ്ടാകുന്നത് വരെ അതിനോടൊരു ആർത്തിയാണ്. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞാലോ ഒരു വീട് കിട്ടി, 50 വീട് കിട്ടി. A person who doesn't have a house, till he gets the house, there's excitement. കുഞ്ഞില്ലാത്തവന് കുഞ്ഞുണ്ടായി കഴിയുമ്പോഴല്ലേ അതിന്റെ നമ്പർ അറിയുന്നത്. A person who doesn't have a child, once you get the child, then you know how difficult it is. അതിന്റെ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു ചിന്തിക്കുന്നു. ഒരു എല്ലാത്തിന്റെ ഒരു അവസാനം എത്തിച്ചേരുന്ന ഒരു ഉപസംഹാരമുണ്ട്. ഇതൊക്കെ ഇത്രയേ ഉള്ളോ? There's a final conclusion that you get after you get all these things in life. UK ഏതാണ്ടൊക്കെ ആയിരുന്നു. Before coming to UK was something big. UK okay ആയപ്പോ എന്നായിരുന്നു സന്തോഷം? When UK became okay, how excited we were to come here. ഇപ്പൊ ഒന്നുമില്ല. Now all the excitement is gone. ഇതാ ഞാൻ പറഞ്ഞേ, മനുഷ്യൻ ഇതാണ്. This is what man is. കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു അസംതൃപ്തി നമ്മൾ ഉരുവാകും. After some time you don't feel all this is
കുറെ കാശ് കിട്ടി, You got a lot of money. കുറെ സ്ഥാനം കിട്ടി, You got a lot of positions. പിന്നെ സ്ഥാനത്തിനൊരു കൊതിയില്ല. Then you're not excited for those positions. പിന്നെ നിങ്ങളുടെ മുമ്പിൽ എന്നാ കൊണ്ട് വെച്ചാലും നിങ്ങൾക്ക് അതിനൊരു അട്രാക്ഷൻ തോന്നുകയില്ല. Then even whatever great thing is kept in front of you, you're not attracted to it. ആ ടൈമിലാണ് It is at that time യേശുവിന്റെ വാല്യൂ തിരിച്ചറിയുന്നത്. then you realize the value of Jesus. എല്ലാം ഞാൻ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു. Even if after I've gained everything, പക്ഷേ ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഉപസംഹാരം ഇതാണ്. I have reached this conclusion. എന്റെ പൊന്നെ, എനിക്ക് ലാഭമായതൊന്നും എനിക്ക് വേണ്ട. Whatever I have gained, I count it as loss. ആ കാലത്തെ നോക്കി ഈ മനുഷ്യൻ ഇപ്പോ സങ്കടപ്പെടുകയാണ്. എന്റെ ദൈവമേ, ഈ വേസ്റ്റ് ആണല്ലോ ഇത്രയും നാളെ ഞാൻ ചുമക്കൊണ്ട് നടന്നു. Now this man looks at all those years and he says, what a waste I was carrying all these years. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, യേശുവിനെ കുറിച്ചുള്ള അറിവ്. There was only one reason to it, that was the knowledge of Jesus എന്റെ Christ. സഹോദരങ്ങളെ, വേറെ ഒന്നുമില്ല. യേശുവിനെ കുറിച്ചുള്ള അറിവ് അറിയുന്തോറും നിങ്ങളുടെ ജീവിതത്തിന്റെ ഭോഷത്വം, നശ്വരത, The emptiness of your life will go once you have the knowledge of Jesus Christ. നമ്മൾ അറിയാൻ തുടങ്ങും. കർത്താവിനെ അറിയുന്തോറും ജീവിതത്തിന്റെ ആ ശൂന്യത നമ്മൾ അറിയാൻ തുടങ്ങും. Once you start knowing Jesus, you will realize how empty the other life was. എന്നിട്ട് നമ്മൾ ആ കൺക്ലൂഷനിലേക്ക് എത്തും, എന്റെ ദൈവമേ, എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ചേർന്നിടുകയാണ്. And then we'll all reach that conclusion, whatever I've considered as gains are a ഇന്ന് loss. ഞാനിത് പറയുമ്പോൾ എന്നെ ലോകരാജ്യങ്ങളിൽ കേൾക്കുന്നവർ ചിലരെങ്കിലും വെട്ടിപ്പിടിക്കുന്നതിന്റെ വ്യഗ്രതയിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആലോചന മനസ്സിലാകില്ലായിരിക്കും. പക്ഷേ അടുത്തൊരു 10 വർഷത്തിന് ശേഷവും ഗേസ് കമ്മ്യൂണിറ്റി global.com എന്ന വെബ്സൈറ്റിൽ ഈ മെസ്സേജ് കാണും. People who are hearing it worldwide, you may not understand the real meaning of it now, but this message will be there for the next 10 years on the website. തന്നൊന്നുമല്ല, For the rest of our lives. അവർ ലൈഫ്സ് അല്ല, നമ്മുടെ പിള്ളേർക്കും ഉണ്ടാവും. പക്ഷേ അന്ന് ഈ മനുഷ്യൻ എത്തിയിരിക്കുകയാണ് ആ ലെവലിൽ. He has reached that conclusion. ആള് പറയാണ്, and he says, എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ചേർന്നിടുകയാണ്. All the gains that I had, I consider it as loss. എനിക്കിനി ഒരു പേഴ്സ് ഉപയോഗിക്കാൻ താല്പര്യമില്ല. I do not want to use a purse. ഹലോ, ഇൻഡിപെൻഡന്റ് ആയി ഞാൻ ഇതെല്ലാം വെട്ടിപ്പിടിച്ചു. ഇനിയുള്ള കാലത്ത് ഞാൻ ഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. Independently, I had gained all these things. Now I would like to live dependent. ശരിക്കും പറഞ്ഞ സന്യാസം എന്നൊക്കെ ചിലപ്പോൾ ഇതിനെ ആൾക്കാർ പേര് വിളിച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. People may call this as എത്തിച്ചേരുന്ന ജീവിതത്തിന്റെ ചില മേഖലകളിൽ എത്തിച്ചേരുന്ന ഒരു ഉപസംഹാരമുണ്ട് സഹോദരങ്ങളെ. When we reach a particular stage of our lives, this is a conclusion that you could have. ഇവിടെ ആ മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്ന ഉപസംഹാരം ഇതാണ്. This is a conclusion that he's reached in his life. 40-50 വർഷം കൊണ്ട് താൻ വെട്ടിപ്പിടിച്ചുവല്ല. കാരണം ഈ ഞാനിത് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി പറയണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. He has gained a lot of things over the last 40 to 50 years. ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. His background is റോമൻ പൗരത്വം അന്നത്തെ കാലത്ത് വിലയ്ക്ക് വാങ്ങിച്ച ആളാണ് ഇദ്ദേഹം. He has bought the Roman citizenship giving a cost. എന്ന് പറഞ്ഞാൽ paid for it. റിച്ച് അല്ല, അസാധാരണമായ സമ്പത്തുണ്ടായിരുന്ന മനുഷ്യനായി. So he is not only rich, he was extraordinarily rich. സമകാലികരായിട്ടുള്ളവര് കണ്ടംപററിയൻസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെ ഇയാൾക്ക് സ്വന്തമായിട്ട് ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നത് അന്നത്തെ കാലത്ത്. The contemporaries used to say that he had a ship. ഷിപ്സ് ഉണ്ടായിരുന്നു. He had ships at that time. He was a rich man. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പം ഈ മനുഷ്യൻ ഇപ്പൊ പറയാണ്, തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പം അവിടുന്ന് വരുമ്പം ശീതകാലം വരുവാ, തണുപ്പ് കാലം വരുവാ, സീസൺ മാറാൻ പോവാ, നീ വരുമ്പോ ആ പുതപ്പൂടെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. In the book of Timothy he says it's the climate is getting colder, so when you come, get a coat and come. ഇതിനെ ഈ ഒരു ഓർഡർ ഒന്ന് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? Can you receive or understand how ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന മനുഷ്യൻ, he was at the height of richness. ആരെങ്കിലും നിർബന്ധിച്ചോ ഇതിനു വേണ്ടി? Did anyone force him to do this? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഞാനും നിങ്ങളും വേണമെങ്കിൽ ദൈവവേലയ്ക്ക് സമർപ്പിക്കാനും പോകാനും ഒക്കെ തയ്യാറാ. അതിന്റെ മെയിൻ റീസൺ ഞാൻ ഈ കഴിഞ്ഞ ദിവസം 1-2 പേരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, ബിസിനസ് ഒക്കെ ചെയ്ത് എല്ലാം പൊട്ടി, ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാം. I was speaking to some people, so they said, we had done business, that is all a loss, now I'm going to do something for Christ. എനിക്ക് 4 മക്കളാണ്. മൂത്ത 3 പേർക്കും നല്ല കഴിവ്. അവസാനത്തെ ഇച്ചിരി പോക്കാം, അവനെ കർത്താവിന്റെ വിലക്ക് കൊടുത്തേക്കാം.
I've got 4 children, all the 3 were good, but the last one is not so good, but I will give him for God's work. These are the reasons people give to go for God's work. ഞാൻ ചോദിക്കുന്നത് ഇവിടെ യഥാർത്ഥ ദൈവസ്നേഹം ഞാൻ ലോസിലുള്ളപ്പം എന്നെ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നതല്ല. Real love for God is not എനിക്കെല്ലാം ഉള്ളപ്പം I have everything. the real God's love is not when you are in a loss and you're going to do God's work, but when you have എനിക്കെല്ലാം ഉണ്ട്. everything. എനിക്ക് ഒന്നിനും കുറവില്ല. ആരോഗ്യത്തിന് ആരോഗ്യം, സൗന്ദര്യത്തിന് സൗന്ദര്യം, സമ്പത്തിന് സമ്പത്ത്, സ്ഥാനത്തിന് സ്ഥാനം, മാനത്തിന് മാനം, എല്ലാം എനിക്കിപ്പോ ഉണ്ട്. I have everything in life. I've got the beauty, I've got the qualification, I've got the health. എല്ലാം ഉണ്ട്. I have everything. പക്ഷെ ഇവിടെ ഞാൻ എത്തുന്ന ഒരു ഉപസംഹാരമാണ് And at ഈ വിഷയത്തിലെ that point, if you enter that conclusion, എന്നോട് ആരും ഇതൊന്നും ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല. nobody told me to leave any of these things. ഇത് ഉപേക്ഷിച്ചാലേ ദൈവം എന്നെ പ്രസാദിക്കൂ എന്നൊരു ഉപദേശവുമില്ല. There is no teaching that God is pleased with you only പക്ഷെ ഞാൻ എത്തിച്ചേർന്ന ഒരു ഉപസംഹാരമാണത്. But this is my own conclusion that I have reached. ഞാൻ പറയുകയാണ് നേടിയതെല്ലാം ഛേദമെന്നെണ്ണുകയാണ്. But I say all what I have gained is loss. ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. Everything is in the excellency of the knowledge of Christ. Because of that, ഞാൻ ഈ പറയുന്ന ലെവലിൽ ജീവിതത്തിൽ എത്തിയവരുള്ള അവർക്കായിട്ട് ഞാൻ കർത്താവിനെ I സ്തുതിക്കുന്നു. thank God for people who have reached that level in their lives. എല്ലാ മേഖലകളിലും ഇതിൽ എത്തിച്ചേർന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for people who have reached this level in all their areas of their life. അനുഗ്രഹം കണ്ടു മടുത്തവർക്കായി ഞാൻ ദൈവത്തെ I സ്തുതിക്കുന്നു. thank God for people who are blessed so much that they are fed up with the blessing. എന്നെയും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നെങ്കിലുണ്ടല്ലോ ഏറ്റവും വർദ്ധിക്കപ്പെട്ടിട്ട് ചെയ്യാവുള്ള കർത്താവിന് വേണ്ടി. ഞാൻ If you want to do anything for പറയാം, Christ, be blessed abundantly and then നാളെ ഒരുത്തനും പറയരുത് നീ ഇതിനു വേണ്ടി ഇറങ്ങിയത് കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. nobody should say tomorrow that you have got into this to make money. പൗലോസിനോട് ചോദിക്കാം, മനുഷ്യൻ ചോദിക്കും, സ്വന്തം ചെലവ് യുദ്ധസേവ ചെയ്യുന്നവൻ ആരാടാ ഉള്ളേ? പോയി. സ്വന്തം ചെലവ് യുദ്ധസേവ ചെയ്യുന്നവൻ ആരാ ഉള്ളേ? He in his own expense. Who is the soldier who works in own expense? Who's the soldier who works at their own expense? സ്വന്തം ചെലവ് യുദ്ധസേവ ചെയ്യുന്നവൻ ആരാ ഉള്ളേ? Who's the soldier who works at his own expense? യുദ്ധസേവ ചെയ്യുന്നവന്റെ ചെരുപ്പിന് കിട്ടുന്ന ആ ലൈസ് വരെ വാങ്ങിച്ചു കൊടുക്കുന്നത് അവിടുത്തെ ആർമിയാ. It is the army who buys everything for the soldier. ഹല്ലേലൂയ. അല്ലേ? പൗലോസ് പറയും, ഞാൻ സ്വന്തം ചെലവിലെ യുദ്ധസേവ ചെയ്യുന്നേ. He says, മനുഷ്യൻ in my own ആടിനെ വളർത്തിയിട്ട് expense. പാല് കുടിക്കാത്ത ആരാ ഉള്ളേ? Who's the one who brings up a cow and not drink the milk? ആടിനെ വളർത്തിയിട്ട് ആടിന്റെ പാല് കുടിക്കാത്ത ആരാ ഉള്ളേ? If you have a goat in your house, you will drink the goat's milk. വേല ചെയ്തിട്ട് കൂലി വാങ്ങാത്തവരാരാ ഉള്ളേ? Who's the one who works and doesn't get your wages? അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ നേടാൻ വേണ്ടി ഇറങ്ങിയതല്ല. I have not come out to achieve anything. ഇന്നലെ ഞാൻ പറഞ്ഞത്, പൗലോസിനെ ഒന്നും കൊടുത്ത് ദൈവത്തിന് മാനിക്കാനില്ല. There was nothing that God had to give him to please him because he was given everything by God. പൗലോസിനെ എന്നാ കൊടുത്താ ദൈവത്തിന് മാനിക്കണ്ടേ? നിങ്ങൾ എന്നോട് മറുപടി പറയാ. What വീട് കൊടുത്താൽ അദ്ദേഹം പറയും, എടേ ഞാൻ ഈ വീടുകൾ ഉപേക്ഷിച്ചിട്ട് വന്നവനാ. If God had to give him a house, then he would have said, I have left all these houses for you, സമ്പത്ത് God. കൊടുത്താൽ അദ്ദേഹം നിങ്ങളോട് പറയും, ഇത് ഞാൻ കണ്ടു മടുത്തതാ, ഇത് വേണ്ടത് ഉപേക്ഷിക്കാൻ വന്നവനാ. If you give him finances, he'll say, I am fed up with all the finances and ഈ I've കഷ്ടത്തിൽ ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെങ്കിൽ ഓർത്തോ, അത് ദൈവവിളിയാ. If you submit in this way to God, എല്ലാം ഉള്ളപ്പം, know that it is God's calling. എല്ലാം ഉള്ളപ്പം കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. If it is when you have everything, God's love compelling you. ഏതിനൊക്കെയോ ലാക്ക് വന്നു ബ്രദറെ, എന്നാ ഇതൊന്ന് ട്രൈ ചെയ്തേക്കാന്ന്. നോ. Not when you are in lack, you are trying to do something for God. പോയി ചെയ്യാനുള്ള ബിസിനസ് ഏറ്റവും സമ്പന്നനാകാം. Go and do your business and get rich. എല്ലാത്തിനോടുള്ള കൊതി തീരട്ടെ. Let all your എന്നാൽ നാളെ ഒന്നും നിന്നെ അട്രാക്ട് ചെയ്യത്തില്ല. Tomorrow nothing will attract you if you are complete or you have എന്നാ achieved എടുത്ത് നോക്കി everything. കാണിച്ചാലും നീ പറയും, ഇതൊക്കെ 10 കൊല്ലം മുമ്പേ നമ്മൾ അനുഭവിച്ച പൊന്നെ തരത്തിൽ പോയി കളിക്ക്. Whatever is shown in front of you, you have already got it in with you, so you're not attracted to any of these. Hallelujah. 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 ഒന്ന് കരമടിച്ചു യേശുവിനെ Clap your ആരാധന. hands and give him glory. ഞങ്ങളുടെ കുടുംബം വലിയ കടക്കണിയിലായ ഒരു സമയം ഉണ്ടായിരുന്നു. Our family was in ഞങ്ങളുടെ debt. ഫാദറിന്റെ മദ്യപാനം കൊണ്ട്. Our family was in a lot of debts because my father used to drink. അപ്പോ വലിയ നഷ്ടത്തിലായ സമയത്ത്
ഇങ്ങനെ പലിശക്കാർ വന്ന് വീടിന്റെ മേളിലും താഴെയൊക്കെ താമസം തുടങ്ങി. വലിയ നഷ്ടത്തിലായ സമയത്ത് when they were in a lot of debts, they had to give others money. They used to come and stay in their house. ഓരോ വസ്തുക്കളൊക്കെ വിൽക്കി പലിശക്കാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടി. It is to give money. He had to sell the plots. വസ്തുക്കൾ വിറ്റിട്ട് അന്നത്തെ കാലത്ത് 5 ലക്ഷം 10 ലക്ഷം രൂപയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാതിരാത്രി എന്നെയും എന്റെ ബ്രദറിനെയും വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറയും എണ്ണടായിരുന്നു എണ്ണ. And the father എല്ലാത്തിനും എണ്ണത് നാളെ രാവിലെ പലിശക്കാരൻ കൊണ്ടുപോകാനുള്ള പിന്നെ നമ്മളിരുന്ന് ഉരുട്ടിയിട്ടുണ്ട കാര്യം എണ്ണുന്നതെന്ന് ചോദിക്കും. The father used to bring 5 and 10 lakhs and tell the boys to count the money. എന്നും ഇത് തന്നെയാ പരിപാടി, എന്നും എണ്ണിക്കില്ല. But every day they were counting, but there was no use because the next day it had to go to the creditors. എണ്ണതുകൊണ്ട് നമുക്കൊരു ഗുണമില്ല. There was no point in counting all this because the money was again going on. നോക്കണം, പക്ഷെ എന്നും എണ്ണീരാണ്. But every day we are counting. ഒരു ദിവസം ഞാനിതങ്ങ് മാടുത്തു. One day I got fed up counting. എന്തിനാ ഇത്? ഈ 1000 നോട്ടൊക്കെ അന്ന് വളരെ അപൂർവമാണ്. 500 ആണ് ഏറ്റവും വലുത്. It is all 500 rupee notes. 500 നോട്ട് എണ്ണണമെങ്കിൽ എത്ര സമയം എടുക്കും നിങ്ങൾക്ക് അറിയാലോ. 100 നോട്ട്. ഞാൻ ചോദിച്ചു എന്തിനാ ഇതെന്നെ കൊണ്ട് എണ്ണിക്കുക? I used to ask my father, why should I count these daily? ഈ ആത്മീയതയുടെ ഉത്തംഗ ശൃംഖലത്തിലൊന്നും അല്ലെങ്കിലും ആ മനുഷ്യനെന്ന് പറഞ്ഞൊരു പദം ഞാൻ ഓർക്കുക. ഇത് കാണുമ്പോൾ നിന്റെ കണ്ണ് മഞ്ഞളിക്കരുത്, അതിനുവേണ്ടി ഇപ്പൊ നിന്നെ കൊണ്ട് എണ്ണിക്കാം. Even though my father didn't know anything much spiritually, he said, tomorrow when you see these notes, you shouldn't get excited. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ്. This is what happened many years ago. കാണാവുന്നതിന്റെ ഏറ്റവും വലുത് കണ്ടുവെച്ച് വേണം ഈ കർത്താവിന് വേണ്ടി ഇറങ്ങാൻ. You should see the biggest that you can in your life before you get out and work for Jesus. എന്നാലുണ്ടല്ലോ ഇതൊന്നും നിങ്ങളെ അട്രാക്ട് ചെയ്യത്തില്ല. Then nothing in this life will attract you. ശരിയായ സുവിശേഷീകരണം, ശരിയായ സുവിശേഷ വേല, Real God's work. ഇതാണ് സഹോദരി സഹോദരങ്ങളെ. This is real God's work. നിങ്ങൾക്ക് ലോസ് ഉണ്ടാകുമ്പം ആ ലോസ് നികത്താൻ വേണ്ടി കർത്താവിനെ കണ്ടുമുട്ടിയതല്ല കർത്താവിന്റെ വേല. God's work is not when you have a loss you meet Jesus. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചപ്പം എനിക്കൊരു രോഗമില്ലായിരുന്നു. When I gave my life to Jesus, I was not sick. എന്റെ വീട്ടിൽ ഒരു കടഭാരമില്ലായിരുന്നു. There was no debts in my house. ഞങ്ങളെ അനുഗ്രഹിക്കാവുന്നിടത്തോളം അനുഗ്രഹിച്ച് വലുതാക്കിയപ്പോഴാണ് ഒരു ചോദ്യം എന്റെ മുമ്പിൽ വന്നത്. എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമോ അതെല്ലാം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇനിയൊരു ചോദ്യം, ഞാൻ യൗവനത്തിൽ നിനക്ക് വേണ്ടി മരിച്ചു, നീ യൗവനത്തിൽ എനിക്ക് വേണ്ടി ജീവിക്കുമോ? I was blessed abundantly in all the places, and then a question came to me. I died when I was young for you. Will you work for me while you're young? ഇവിടെയാണ് എന്റെ ജീവിതത്തിൽ ആ സമർപ്പണം ഞാൻ കർത്താവിന് മുമ്പിൽ യെസ് ലോർഡ്. That is when I submitted to Jesus. ഈ പൗലോസിന്റെ അനുഭവത്തിലേക്ക് നിങ്ങൾ നോക്കുക. Look at the experience of Paul. താൻ എത്തിയ നിലപാടിന്റെ അവസ്ഥ താൻ നമ്മോട് പറയുകയാണ്. തനിക്ക് ലാഭമായതൊക്കെയും താൻ ചേരുമെന്ന് എണ്ണുകയാണ്. He is reaching the conclusion and telling us whatever he has gained. ഗെയിനായത് അവിടെയാണ് എന്നെ whatever he has gained. ഗെയിനായത് ലോസ് ആയിട്ട് എണ്ണുകയാണ്. Whatever he has gained, he considers it as loss. ഗെയിനായത് എന്ന് പറഞ്ഞ് എന്നോട് ചേർന്ന്. Whatever he has gained. ലാഭമാക്കി എടുത്തത്. Whatever he has gained. എന്ത് എഫോർട്ട് ആ മനുഷ്യൻ എടുത്തു കാണും ഇതൊന്നും ലാഭമാക്കാൻ. He has taken a lot of efforts to get all those gains. വെറുതെ ഒരു കാര്യം ലാഭമാകുമോ? Will you get gain simply? No. അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് എടുത്തു കാണും. He's done a lot of hard work for that. ഇവിടെ എത്തുകയാണ് ആ ഉപസംഹാരത്തിൽ. അവിടെ ഞാൻ അതിനെ ഛേദമെന്ന് എണ്ണുകയാണ്. And then he reaches a conclusion and he says, I consider it കാരണം തന്നെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരറിവ് തനിക്ക് കിട്ടി. He got the knowledge which has changed him. തന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു അറിവ് തനിക്ക് കിട്ടി. He got a knowledge which changed him completely. ആ അറിവ് തന്നെ ആകമാനം മാറ്റിമറിച്ചു. That knowledge has changed him completely. അയ്യോ, അത് കണ്ടെത്തിയവർക്കായി സ്തോത്രം. I thank God for those who have found. ഈ അറിവ് കിട്ടിയവരൊന്ന് കരമടിച്ചത് യേശുവിന് ആരാധന കൊടുത്തു. Thank God those who have got this knowledge. കൈയൊക്കെ അടിക്കാൻ എന്ത് എളുപ്പമല്ലേ? കൈയൊക്കെ അടിക്കാൻ എന്ത് എളുപ്പമല്ലേ? Easy to clap hands. ഈ അറിവ് ലഭിച്ചവർക്കായി സ്തോത്രം. Thank God for people who have received this knowledge of ആ മനുഷ്യൻ പറയുക, ഇതിനിടയിൽ ഞാൻ ഒരാളെ കണ്ടുമുട്ടി. He says, in the midst of all these things, I have met a person. ചില കാര്യങ്ങൾ ഞാനൊന്ന് അവതരിപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ തട്ടിക്കിടക്കും. I'm going to demonstrate certain things here so that it will touch your hearts more. ആള് ഈ ലേഖനങ്ങൾ തുടങ്ങുമ്പം വല്ലവനും പ്രശംസിപ്പാൻ വകുപ്പുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും അധികം. When he started writing the letters, he says, if any man has to glorify in anything, I am the one who has to glorify in. ഒരു 8 കോളർ പെട്ടെന്ന് അവിടെ ഉണ്ടാവുക. And then he lifts himself up. പിടിക്കാൻ വേണ്ടി
ഒരു 8 കോളർ പെട്ടെന്ന്. ബെന്യാമിൻ ഗോത്രക്കാരന്റെ കോളർ, belonging to the tribe of Benjamin. എബ്രായൻ. അത് I am a Hebrew of Hebrews. എബ്രായൻ എന്ന് പറഞ്ഞ നദി കടന്ന് കയറിയവൻ. ഞങ്ങളാ പെട്ടതാ. We belong to that group of Hebrews. ഞങ്ങൾ നദി കടന്ന് കയറിയവരുടെ വംശത്തിൽപ്പെട്ടവരാ. We are the ones who have crossed the river. ഞങ്ങളുടെ പിതാക്കന്മാർ നദി കടന്ന് കയറിയവരുടെ ഗ്രൂപ്പിൽ പെട്ടവരാ ഞങ്ങൾ. ഇതെല്ലാം വലിയ പ്രശംസ. Our forefathers have crossed the river. കാരണം ഇവരുടെ നാട് അന്യന്മാർ വന്ന് പിടിച്ചടക്കി. അപ്പം ഇവർക്ക് ഇവരുടെ പ്രൗഢി എല്ലാം എന്ത് ചെയ്തു? വല്ലവരും വന്ന് എടുത്തു കളഞ്ഞ സമയത്ത് ഇവരെ സംബന്ധിച്ചോളം ഈ പ്രശംസാ വിഷയം അല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങേയറ്റം ഇതിലൊക്കെ അങ്ങ് പ്രശംസരീയരാ. They used to glorify in all these things because their country was attacked by outsiders. ഈ ആരോടെങ്കിലും പറയുന്ന ബെന്യാമിൻ ഗോത്രക്കാരനാ കേട്ടോ. So that is what they used to glorify in, belonging to the tribe of Benjamin. Means ഇത് രാജഗോത്രത്തിൽ പറഞ്ഞവനാ ഞാൻ. This is a royal tribe. അതാശയം രാജഗോത്രത്തിൽ. That's a royal tribe. First king ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ടവനാണ്. The first king belonged to the tribe of Benjamin. Saul ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട. Saul belonged to the tribe of Benjamin. ഞങ്ങളുടെ. So we belong to that royal tribe. ഇങ്ങനെ ജാട പിടിച്ച് നടക്കുക ഈ മനുഷ്യൻ. Paul is going that way. വലിയ മെഗാ ആയിട്ട് ഇങ്ങനെ നടക്കുക, ഭയങ്കര ജാടയായിട്ട് നടക്കുക. He's going that way, very proud of himself. That is when he started his life in Jesus. അങ്ങനെ ഇരിക്കുമ്പോഴാ യാദൃശ്ചികമായിട്ട് ഒരാളെ പരിചയപ്പെടുന്നത്. As he was walking his way, he met a person. ഈ ദമസ്കോസിലൂടെയുള്ള പോക്കൊക്കെ നിങ്ങൾക്ക് അറിയാലോ. As he was going on his way to Damascus, ആളുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്നറിയോ? അവിടുത്തെ അധികാരപത്രമാണ്. എന്ന് പറഞ്ഞ ഏതവനെയും വീട്ടിൽ നിന്ന് വലിച്ചിറങ്ങി അടിച്ച് കൊല്ലാൻ പോലുമുള്ള അധികാരപത്രം he has the letter of authority to pick up any person and kill them. അപ്പൊ ചിന്തിച്ചു നോക്കി എത്ര ജാടയായിരിക്കും. So how proud he must have been. ഇവിടുത്തെ നമ്മുടെ രാജ്ഞി നിങ്ങളെ വിളിച്ച ഒരു എന്റെ പൊന്നോ ചിന്തിക്കാൻ വയ്യ. ആ സിറ്റിസൺഷിപ്പ് കിട്ടി അന്ന് എന്നാ ജാടയായിരുന്നു. Imagine if the queen has to call you and give you some authority. How proud would you be? അതിപ്പോഴും 8 ഫ്രെയിം ചെയ്ത് ഇവിടെ വെച്ചിട്ട് നാട്ടിലത്തെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അന്നേരം how excited were you when you got the citizenship? ഒന്ന് ചിന്തിച്ചു നോക്കിയ നിങ്ങള്. Think of it. എത്ര വലുതായിരിക്കും ഒരു അധികാരപത്രം കൈ കിട്ടിയിരിക്കുന്നു. He's got the letter of authority. ആരും ചോദിക്കത്തില്ല. There's no one to ask him. വലിയ അധികാരിയായ മനുഷ്യൻ, man with a lot of authority. ഇവിടെ വന്ന ഒരു മനുഷ്യനെ പരിചയപ്പെടുകയാണ്. And then he meets a person. ഈ മനുഷ്യനെ പരിചയപ്പെടുന്നതോടെ ആള് മാറുക. Now the minute he meets this person, കുതിരക്കുളമ്പടികളുടെ അകമ്പടിയോടുകൂടെ ദമസ്കോസിലേക്ക് പ്രവേശിച്ചവൻ മിനിറ്റുകൾ കഴിഞ്ഞപ്പം കണ്ണു കാണാത്തവനായി, അന്ധത പിടിച്ചവനായി, വെളിച്ചം അന്വേഷിച്ച് വിളക്കന്വേഷിച്ച് തപ്പിത്തടഞ്ഞ് നിൽക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. Once he meets this person, he cannot see, he's blind. തുച്ഛ നേരത്ത് സൂര്യനെ വെല്ലുന്ന തേജസ്. എന്റെ പൊന്നോ, the light which is brighter than sun. നട്ടുച്ച നേരത്ത്, രാത്രിയിലാണെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാം സൂര്യനെ പോലെ ഒരു പ്രകാശം. നട്ടുച്ച നേരത്ത് പറഞ്ഞാൽ സൂര്യൻ കാത്തി നിൽക്കുന്ന സമയത്ത് താരക്കുമേൾ ഇങ്ങനെ നോക്കിയ ഒരു മിനിറ്റ് കണ്ണ് നോക്കാൻ പറ്റാത്ത സമയത്ത് അതിനെ വെല്ലുന്ന ഒരു തേജസ്. At noon time, the brightness which was even greater than that of the sun. കുതിരപ്പുറത്ത് ഒരു മനുഷ്യൻ, കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് സവാരി ചെയ്തിട്ടുള്ളവർക്കറിയാം, കുതിരപ്പുറത്തിരിക്കുന്നവൻ അങ്ങനെ ഇങ്ങനെയൊന്നും താഴെ വീഴത്തില്ല. കാരണം കുതിര ഇങ്ങനെ പോകുന്ന ഒരു മൃഗമൊന്നുമല്ല, ചാടി ചാടി പോകുന്ന മൃഗമാ. അങ്ങനെ ഇങ്ങനെയൊന്നും കുതിരപ്പുറത്തിരിക്കുന്ന താഴെ വീഴത്തില്ല. എക്സ്പേർട്ടാണവൻ. He is an expert and he wouldn't fall down in any way. ഇതാ അടിച്ചു കെട്ടി താഴെ കിടക്കുന്നു. And he falls on the ground. നീ ഉപദ്രവിക്കുന്ന യേശുവാ ഞാനെന്ന് ഈ ആള് സംസാരിക്കുന്നു. And this person says, I am Jesus whom you persecute me. അവിടെ മുതല് ഈ മനുഷ്യൻ വേറൊരുവന്റെ ആശ്രയത്തിന്റെ കീഴിലാകുന്നു. And then he comes under someone else's help. ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിടിക്കപ്പെടുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു കർത്താവിനാൽ. He gets arrested by Jesus. അനനിയാസിന്റെ വീട്ടിലേക്ക് പോകുന്നു, അവിടെ വെച്ച് കണ്ണു തുറക്കുന്നു. Ananias, his eyes are opened. എവിടെ പോയി പിന്നീട് ആ മനുഷ്യൻ വീട്ടിലേക്ക് തിരിഞ്ഞു പോയെന്ന് പോലും എനിക്കറിയില്ല. We don't know where he's gone after that, whether he even went home. 13 വർഷങ്ങൾ അറേബ്യയിലേക്ക് പോയി. And then he went to Arabia. 13 ദിവസമല്ല, 13 വർഷങ്ങൾ. He was in Arabia for about more than 13 years. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? എന്തായിരുന്നു അത്? What was it?
ഈ ഒരൊറ്റയാളെ പരിചയപ്പെടുത്തിയതാ ജീവിതത്തിലുണ്ടായ ട്വിസ്റ്റിന് കാരണം. The twist came once he met Jesus. ഇങ്ങനൊന്നും പോകാൻ ആഗ്രഹിച്ച ആളെ അല്ല ആള്. He was not the one who wanted to go this way. കഴിഞ്ഞ മണിക്കൂറിൽ ആ മനുഷ്യനോട് ചോദിച്ചാൽ അയാൾ പറയും എനിക്ക് ഇങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. If you ask him the previous hour, he'll say he didn't have a purpose like this. പക്ഷെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരൊറ്റ പരിചയപ്പെടൽ. It was one encounter ഇത് which സംഭവിച്ചവർക്ക് ഞാൻ changed ദൈവത്തെ his സ്തുതിക്കുന്നു. life. I thank God for people who have had encounters like this. UK വന്നപ്പോ ഇങ്ങനെ മീറ്റിങ്ങുകൾക്ക് വേണ്ടി യാത്ര ചെയ്യണമെന്നോ മിഷണറി യാത്ര നടത്തണമെന്നോ ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് കൊച്ചുങ്ങളെ തങ്ങിപ്പിടിച്ച് പോണമെന്നോ 4 മണിന്ന് എഴുന്നേക്കണമെന്നോ ഇതൊന്നും ചിന്തിച്ചതല്ല. പക്ഷെ ഒരാളെ പരിചയപ്പെട്ടു പോയി, ആകെ മാറിപ്പോയി ബ്രദറെ ജീവിതം. When we came to UK, we didn't think that we had to go around as missionary tours, but we met a person called Jesus. Our priorities changed. Priority മാറിപ്പോയി. പണ്ടൊക്കെ ഒരു വീക്കെൻഡ് വന്നാൽ എന്നതായിരുന്നു? Before when it was a weekend. ഇപ്പൊ വീക്കെൻഡിലും കൂടെ ഓവർ വർക്ക് ചെയ്യുക. എന്നാ കാര്യം? മീറ്റിംഗ് വരുമ്പോൾ ലീവ് വേണം. Now over the weekends also we are working because you need leave for a meeting. Priorities are changing. Priority മാറിപ്പോയി, ഇഷ്ടങ്ങൾ മാറിപ്പോയി, സുഖങ്ങൾ മാറിപ്പോയി. ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു because you have met ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു because you met a person. എന്റെ ഇഷ്ടങ്ങൾ മാറിപ്പോയി. All my likes have changed. എന്റെ സുഖങ്ങൾ മാറിപ്പോയി. All my likes have changed. ജീവിത ശൈലി മാറിപ്പോയി. All my lifestyle has changed. അനന്യാസിന്റെ തറയിൽ കിടക്കുന്ന ആ മനുഷ്യനോട് ചോദിക്ക്, നീ ഇതിനു മുമ്പ് തറയിൽ കിടന്നിട്ടുണ്ടോ? സമ്പന്നനായ മനുഷ്യ. ആ മനുഷ്യൻ പറയൂ, തറയിൽ പോയിട്ട് ഞങ്ങളുടെ തൂപ്പിന് വീട്ടിൽ വരുന്നവര് പോലും തറയിൽ കിടന്നിട്ടില്ല, പിന്നെ നീ എന്നെ ഇപ്പൊ ഈ തറയിൽ കിടക്കുന്നേ? പറയും, അയ്യോ ആ മനുഷ്യനെ കണ്ടതിന് മുമ്പ് തറ ഞാൻ കാണുന്നില്ല, എന്റെ സാഹചര്യം ഞാൻ കാണുന്നില്ല. ആളെന്നെ മാറ്റിമറിച്ചു, എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെ മാറ്റിമറിച്ചു, എന്റെ പ്രയോറിറ്റി മാറ്റിമറിച്ചു. Priorities are changed. Amen. ഞാനൊരു പദം ഇങ്ങോട്ട് ഇടാൻ പോവുകയാണ്. മലയാളത്തിൽ ഞാനത് പറയാൻ പോവാ. കർത്താവായ യേശുവിനാൽ പിടിക്കപ്പെട്ടവനായി ഞാൻ. യേശുവിനാൽ പിടിക്കപ്പെട്ടവനായി ഞാൻ. I have been caught by Jesus Christ. കർത്താവായ യേശുവിനാൽ പിടിക്കപ്പെട്ടവനായി ഞാൻ. I have been caught by Jesus Christ. നിങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയാൽ കരഞ്ഞു പോകും. If you look at it, you will feel sad. You feel like crying. പട്ടിണി, hunger, പൈതാഹം, sufferings. കോൽ കൊണ്ടുള്ള അടി, he was beaten. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഉറക്കളപ്പ്, sleepless nights, shipwrecks, spent his life in prison. കാരാഗ്രഹം, the sword. ഇതെല്ലാം ആ മനുഷ്യനോട് നിങ്ങൾ ചോദിക്കുക, എന്താ what has happened to you? ഇത്രയും ഉയർന്ന തരത്തിൽ ജീവിതശൈലിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ഇഷ്ടങ്ങൾ എവിടെയാണ് സാക്രിഫൈസ്ഡ് ആയത്? നിങ്ങൾക്ക് എന്നാ പറ്റിയേ? ആ മനുഷ്യൻ പറയും, എന്റെ ബ്രദറെ, ഇതിനിടയിൽ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു, ആളെന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. അങ്ങനെ മാറ്റിമറിക്കപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. Thank God for whose lives are changed by Jesus. ഞാൻ ഒത്തിരി സെൽഫിഷ് ആയിരുന്നു ബ്രദറെ. എൻ്റെ വീട്ടിൽ ആരും വരുന്ന എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയെ ഞങ്ങളുടെ പ്രൈവറ്റ്സിയിലേക്ക് ഒരാൾ തിരിഞ്ഞു നോക്ക്. ഇപ്പൊ ഞാൻ നാട്ടുകാരെ വിളിച്ചോണ്ടിരിക്കുക, മീറ്റിങ്ങിന് വരുമ്പോ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണേ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണേ, ഞങ്ങളുടെ വണ്ടിയെ കയറണേ, ഞങ്ങളുടെ വീട്ടിൽ താമസിക്കണേ. I was a very selfish person. Now I am calling everyone to my house to stay. Priorities have changed. പിള്ളേര് വീട്ടിൽ വരുന്നതും ബിസ്ക്കറ്റ് അവിടെ ഇവിടെയൊക്കെ പൊടിച്ചിടുന്നതും ഇന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തതാ. പക്ഷെ ഇപ്പൊ ബ്രദറെ, എത്ര ബിസ്ക്കറ്റ് പൊടിച്ചിട്ടാലും ഞാൻ തൂത്ത് തുടയ്ക്കാൻ തയ്യാറാ. I didn't like when my children used to put biscuit around because I didn't want to clean, but I am now ready to do anything. ഇതിനിടയിൽ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു പോയി. വേറെ ഒരു തെറ്റും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഒരാളെ ഞാൻ പരിചയപ്പെട്ടു പോയി. I met a person. മണിക്കൂറുകൾ വാഹനം ഓടിക്കാൻ ഞാൻ തയ്യാറാ ബ്രദർ. I am ready to drive the vehicles for hours. ഉറക്കമൊളയ്ക്കാൻ ഞാൻ തയ്യാറാ ബ്രദർ. I am ready to spend sleepless nights. ഞാനങ്ങ് ബോക്സ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? എന്നെ പോലെ ഒരാൾ ബോക്സ് ചെയ്യാൻ വന്നിട്ടുണ്ടോ? ഇപ്പൊ 5 ബോക്സ് ചുമക്കാൻ തയ്യാറാ ബ്രദറെ. I couldn't even pick up 1 box. Now I am ready to pick up even 5 boxes. Hallelujah.
Hallelujah. തുടയ്ക്കണോ ബ്രദറെ? അവിടെ തുടയ്ക്കാൻ ഞാനൂടെ വരാൻ വേണേ തുടയ്ക്കാൻ. Do you want me to wipe the floor? Even I will come and wipe the floor for you. എന്നാ പറ്റി? What has happened? വലിയ കുടുംബക്കാരാ, എന്നാ പറ്റിടാ? You belong to a big family. What has happened? ഗ്രീൻ കാർഡുകാരൻ എന്നാ പറ്റി? What happened? You're a green card holder. എന്നാ പറ്റി? പറ. What happened? സിറ്റിസൺകാരൻ എന്നാ പറ്റി? പറ. What happened to the citizen? ഒരാളെ പരിചയപ്പെട്ടു. I met a person. രാജ്ഞിയെ അല്ല, not the queen. രാജാവിനെ പരിചയപ്പെട്ടു. I met the king. ഈ ആളെ കണ്ട പിന്നെ after I have seen him, priority മാറിപ്പോയി ബ്രദറെ. the priorities have changed. അയ്യോ എൻ്റെ ബ്രദറെ, ജീവിതശൈലി മാറിപ്പോയി. The lifestyle has changed. എൻ്റെ ബ്രദറെ, എന്നെ ആകെ അത് മാറ്റിമറിച്ചു. This has changed my life. ഈ മനുഷ്യൻ അതാ നിങ്ങളോട് പറയുന്നത്. This is what the man says. ഞാൻ ഈ മനുഷ്യന്റെ ബയോഗ്രഫി വായിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. I have read Paul's biography and cried. ഇയാൾ ഈ ട്രൂത്ത്, സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ട് കേട്ടോ. Because he stood for the truth. ഈ സ്വയനീതി പ്രസംഗിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ഇത്ര ഉപദ്രവമൊന്നും ഉണ്ടാകത്തില്ല. He wouldn't have had this problem if he had preached self-righteousness. കിട്ടിയ വെളിപ്പാടിന് വേണ്ടി ചങ്കും നെറ്റിയും വിരിച്ച് നിന്നതുകൊണ്ട്. But because he stood for the revelation that he received, ആൾക്കാരെല്ലാം അങ്ങ് അടി ഉപദ്രവം. ഒരു സ്ഥലത്ത് people used to persecute him. വായിച്ചു നോക്കിയാൽ പൊട്ടിക്കരഞ്ഞു പോകും. ആൾക്കാർ വന്ന് ഈ മനുഷ്യനെ അടിച്ച് കൊന്ന് ചത്തെന്നും പറഞ്ഞ് ഇട്ടിച്ചു പോയി. People have beaten him up and thought that he was dead. ശ്വാസം നിന്നുപോയവനെ പോലെ കിടക്കുകയാണ്. He was lying there as though dead. ഞാൻ വിചാരിച്ചു ഇതോടുകൂടെ ഈ പരിപാടി നിർത്തുമായിരിക്കും അയാൾ. So I thought that he would have stopped his work because of that. പ്രഭാതത്തിൽ But the next day, പട്ടണത്തിന്റെ നടുവിൽ നിന്ന് പ്രസംഗിക്കുന്ന മനുഷ്യനെയാ കണ്ടത്. You saw the man who was preaching in the middle of the town. What is compelling you, man of God? What is compelling you, man of God? എന്താ അങ്ങേ നിർബന്ധിക്കുന്നേ? What is compelling you? എന്താണ് അങ്ങേ നിർബന്ധിക്കുന്നേ? What is the one which has compelled you? ഇതിലൂടെ ഉണ്ടാകുന്ന എന്തെങ്കിലും നേട്ടമാണോ? Is this something that you're going to gain through all this? നേട്ടമാണെങ്കിൽ ഈ നേട്ടമൊക്കെ തനിക്ക് എന്നേ കിട്ടിയതാ. If it was gains, he had already achieved all these gains. അങ്ങേക്ക് ഈ നേട്ടമെല്ലാം കയ്യിലില്ലായിരുന്നോ? Didn't you have all these gains before? എന്തിന്റെങ്കിലും ഒരു കുറവ് ലൈഫിൽ അങ്ങേക്കുണ്ടോ? Did you have any shortage of anything in your life? Then why did you do this? ഇതെല്ലാം കേട്ടിട്ടും ഇതെല്ലാം സഹിച്ചിട്ടും, even after suffering so much, even after hearing so much, എന്താ പിന്നോട്ട് പോകാത്തെ? why didn't you go back? എന്താ പിന്നോട്ട് പോകാത്തെ? Why didn't you go back? ചോദിക്കേ. Ask him. Hallelujah. Hallelujah. ആ മനുഷ്യൻ നിങ്ങളോട് പറയും, That man will tell you, ഞാൻ ഒരാളെ കണ്ടു. I met a person. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരാളെ ഞാൻ കണ്ടു. I met the person who changed my life. എന്റെ സകല അഹങ്കാരവും പൊഴിഞ്ഞു വീണ ഒരു സ്ഥലത്ത് ഞാൻ എത്തി. I reached a stage where all my arrogance is broken. എന്റെ ഈഗോ എല്ലാം ഇടിഞ്ഞു വീണ ഒരു സ്ഥലത്ത് ഞാൻ എത്തി. I reached a stage where all my ego is broken. ആരെയും സ്നേഹിക്കാനും ആരെയും കരുതാനും പഠിപ്പിച്ച എന്നെ ആള്. That man taught me how to look after people, how to love people. Jesus. ഇന്ന് രാവിലെ, This morning, oh Jesus, we love you more than anything in this world. Jesus, we love you more than. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ മനുഷ്യനെ കൊല്ലുവാൻ ആൾക്കാർ കൂടിയപ്പം സ്നേഹമുള്ള ആരൊക്കെ ഒരുമിച്ച് കൂടി ഒരു കൊട്ടയ്ക്കകത്താക്കി മതിലിന്റെ സൈഡിലൂടെ ഇറക്കി വിട്ട് പ്രാണരക്ഷാർത്ഥം ആ മനുഷ്യൻ ഓടുകയാണ്. There was a place where people were getting ready to kill him. People who loved him put him in a basket and put him in a safe place. He's running for his life.
എന്തിനങ്ങിത് സഹിക്കുന്നു? Why did you suffer? എന്താണ് ഇതിനങ്ങെ പ്രേരിപ്പിക്കുന്ന ഘടകം? What is making you suffer like this? ആ മനുഷ്യൻ നിങ്ങളോട് പറയും, That man will tell you, ഞാൻ ഒരാളെ കണ്ടു, I met a man. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരാളെ ഞാൻ കണ്ടു. The man who changed my life. ആ വ്യക്തിയെ ഇന്ന് കണ്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for people who have met this man. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രയോറിറ്റിയെ മാറിപ്പോകും. The priority of your life will change. ജീവിത ശൈലിയെ മാറിപ്പോകും. Your lifestyle will change. എന്തിനോടും കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകും. You will be ready to compromise for anything. നിങ്ങൾ ആ നിലപാടിൽ എത്തുകയാണ്. You're reaching that conclusion or that level. നിങ്ങളെ ആ നിലപാടിൽ എത്തുകയാണ്. God is reaching you to that level. Thank you, Jesus. ശിഷ്യത്വത്തിനൊരു വിലയുണ്ട്. There is a cost of discipleship. അത് യേശു എന്നോട് പറഞ്ഞ റിക്വയർമെന്റ് അല്ല. That is not a requirement which Jesus has told me. No. ഒരു റിക്വയർമെന്റിലും എനിക്ക് കിട്ടിയതല്ല ഗ്രേസ്. Grace, I got grace not with any requirement. റിക്വയർമെന്റ് നിങ്ങൾ ഇന്ന് സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് തരുന്നതിന്റെ പേര് ഗ്രേസ് എന്നാണ്. If it is a requirement that you receive, it is not grace. നിങ്ങൾ ഒരാൾക്ക് എന്നേലും ദാനം കൊടുക്കുന്നത് റിക്വയർമെന്റ് മീറ്റ് ചെയ്തുകൊണ്ടാണോ? You give a gift to someone not to meet a requirement. ഒരിക്കലും അല്ല. കർത്താവിനെ ഞാൻ ശുശ്രൂഷിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെ കണ്ടത് പ്രതിയായിട്ട് ചിലത് ഞാൻ സാക്രിഫൈസ് ചെയ്തത് ഞാനല്ല, എന്നിലുള്ള കൃപയാ അത് ചെയ്യിപ്പിച്ചത്. If I have sacrificed anything because I've met Jesus, it is not me but the grace. ഞാനായിരുന്നു എങ്കിൽ യേശു വരുന്നതിന് മുമ്പേ ആ സാക്രിഫിഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്നിൽ ഉണ്ടാകണ്ടായിരുന്നോ? If it was me, then before Jesus came, I should have had the sacrificial attitude. യേശു വരുന്നതിന് മുമ്പ് എനിക്കത് ഉണ്ടായില്ലല്ലോ. I didn't have that before I met Jesus. കർത്താവിനെ കണ്ടപ്പോഴല്ലേ എനിക്കത് പറ്റിയേ. It was after I met Jesus that I ആര് പറയും changed. വയലിൽ നിന്ന് കണ്ടെത്തിയ നിധി കണ്ടെത്തിയ മനുഷ്യനാ ഞാൻ, അത് കണ്ടെത്തിയോടെ എന്റെ ലൈഫേ മാറിപ്പോയി. Who will say, I am the person who found the treasure in the field once I found. പൗലോസ് നിങ്ങളോട് ഇവിടെ പറയുവാൻ താല്പര്യപ്പെടുന്നു, Paul says here, ഞാൻ ആ നിധി കണ്ടെത്തിയ മനുഷ്യനാ. I am the man who has found the treasure. എന്റെ ബ്രദറെ, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. Then I haven't had എന്റെ to ജീവിതത്തെ turn മുഴുവൻ back. അത് മാറ്റിമറിച്ചു. It changed my life. ഞാൻ എന്നേലും ഒക്കെ വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയിൽ ഓടുന്ന I was മനുഷ്യനായിരുന്നു. trying to gain things in my life, പക്ഷെ എനിക്ക് മനസ്സിലായി, but now I have ഞാൻ understood. ഒരു ഉപസംഹാരത്തിലെത്തി. I have come to the conclusion. എനിക്ക് ലാഭമായതെല്ലാം ഛേദമാണ്. Whatever the gains that I എന്റെ have, ലാഭം എനിക്ക് യേശുവാണ്. my gain is Jesus. Amen. ഞാനിങ്ങനെ പറയാം, ഈ ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എപ്പോ വരുന്നോ അപ്പോഴാണ് റിയൽ ക്രിസ്ത്യൻ ലൈഫ് നിങ്ങൾ തുടങ്ങുന്നത്. You will start the real Christian life when this word comes out from your mouth. My gain is Jesus. എന്റെ ലാഭം യേശുവാണ്. My gain is My Jesus. profit is Jesus. My profit is Jesus. My profit is Jesus. My profit is Jesus. My boasting is Jesus. My boasting is Jesus. Jesus. അപ്പോസ്തല, You apostle, ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ എത്രയോ ഘട്ടങ്ങളുണ്ടായിരുന്നു. there were so many stages in your life. You could think back വടികൊണ്ട് അടികൊണ്ടപ്പോഴും, when you got beaten with the rods, കാരാഗ്രഹത്തിലായപ്പോഴും, when you were put in the prison, കപ്പൽ
കപ്പൽ മറിഞ്ഞ് സൂര്യനെ കാണാതെ ചന്ദ്രനെ കാണാതെ ദിവസങ്ങൾ കടലിന്റെ ഏകാന്തതയിൽ അലഞ്ഞപ്പോഴും, when you were lonely in the shipwreck without seeing the sun or the moon, ഒരു പുനർവിചിന്തനം, didn't you ഒരു think, പുനർചിന്ത അങ്ങേക്ക് എടുക്കുകയില്ലായിരുന്നു? couldn't you have taken a different decision? ഇവിടെ ഇതാ മിഷണറി യാത്രകളിൽ തനിക്ക് നേരിട്ട, തന്നെ ഉപദ്രവിച്ച, താൻ കടന്നുപോയ സകല പരീക്ഷകളുടെയും പരിശോധനകളുടെയും ഒടുവിൽ, at the end of all the tests and the sufferings that he passed through in his missionary trial, വർഷങ്ങൾക്ക് ശേഷം, after these years, എന്റെ കണക്കൂടൽ ശരിയാണെങ്കിൽ ഏകദേശം 27 വർഷങ്ങൾക്ക് ശേഷം, if my calculation is right, it must be at least 27 years, ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, the man says, എനിക്ക് ലാഭമായതൊക്കെയും ഇപ്പോഴും, even now what I consider as gain ഞാൻ is all loss. ഇപ്പോഴും Even now ഞാനത് ഛേദമെന്നെണ്ണുന്നു. I consider it loss, all the gains that I had. ഇവിടെയാണ് ആരോ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ കർത്താവിനെ വിട്ടുപോകാൻ ധൃതി പിടിക്കുന്ന നിങ്ങളും just because someone കർത്താവിനെ has said കണ്ട something. അപ്പോസ്തലനും തമ്മിലുള്ള വ്യത്യാസം. This is a difference between Paul who's seen Jesus ഇതിനോടകം and you എത്ര who have പ്രാവശ്യം നിങ്ങൾ seen. പറഞ്ഞു, ആ മറുപടി കിട്ടിയില്ലെങ്കിൽ, ആ വഴി തുറന്നില്ലെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ, How many times have you said, if I അതരം don't കൊണ്ട് get that പറഞ്ഞില്ലേ, എത്ര answer, പ്രാവശ്യം ഹൃദയം കൊണ്ട് പറഞ്ഞു, even if you didn't say it with your word, ആ how many വിഷയത്തിൽ ഒരു times you have ക്രമീകരണം thought, നടന്നില്ലെങ്കിൽ, if I don't get an answer to this prayer, I may go back. കണ്ട കാഴ്ചയുടെ വലിപ്പം, It was the greatness of what he saw. ആ മനുഷ്യനെ കൊണ്ട് അത് പറയിപ്പിച്ചില്ല. The greatness ഓരോ of what he കഷ്ടങ്ങളിലൂടെ saw. കടന്നു പോകുമ്പോഴും ആ മനുഷ്യന്റെ മുമ്പിൽ Even when he went through തെളിഞ്ഞു നിന്നത് suffering, ഒടുവിൽ അകാല പ്രജ പോലെ എനിക്ക് പ്രത്യക്ഷനായ യേശു. in the midst of all the sufferings, അവനെ ഞാൻ അറിഞ്ഞുപോയി. what he saw was Jesus. അവനെ ഞാൻ അറിഞ്ഞുപോയി He says, എന്ന് പറഞ്ഞ് കൈ ഓർത്തതായിരിക്കണം. the other person would have been one who has been with him and holding his hands ആര് നിന്നെ together. വിട്ടുപോയാലും ഞാൻ നിന്നെ വിട്ടുപോകത്തില്ലെന്ന് നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞ ആളായിരിക്കണം ഹ്യൂമനിയോസ്. He may have been the person who said, even if everyone leaves you, I will not leave you. ഒറ്റിക്കൊടുത്ത് ഹ്യൂമനിയോസും അലക്സാണ്ടറും വിട്ടുപോയപ്പം പൗലോസേ, അങ്ങേക്കും പുറകോട്ട് പോകത്തില്ലായിരുന്നു. When these two left him, Paul, why didn't you go back? ഓ, ഇവിടെയാണ് ആ കാഴ്ചയുടെ ആഴം നമ്മളെ പതിക്കേണ്ടത്. This is the depth of what he has seen. കൂട്ടായ്മയ്ക്ക് ഒരാൾ പോലും അടുക്കലില്ലാഞ്ഞപ്പോഴും, ഏകാന്തതയുടെ ഒറ്റപ്പെടലായിരുന്നപ്പോഴും, When there was no പട്ടിണിയും fellowship, പരിവട്ടം അനുഭവിച്ചപ്പോഴും കിട്ടിയ സത്യത്തിന് വേണ്ടി നിൽക്കാൻ അങ്ങേ പ്രേരിപ്പിച്ച ഘടകമെന്താ? what made you stand even when you were suffering in loneliness, in hunger? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, There was only one thing, താൻ കണ്ട ക്രിസ്തുവിന്റെ മഹത്വം. the glory of the Christ Nothing else. Jesus that he saw. വേറൊന്നുമില്ല. Nothing else. ഇവിടെ ഇതാ മനുഷ്യൻ നീണ്ട 20-ലധികം വർഷത്തെ തന്റെ ശുശ്രൂഷയുടെ ഒടുവിലത്തെ വാക്കുകൾ വിശദീകരിക്കാൻ പറയുകയാണ്. എനിക്ക് ലാഭമായതൊക്കെ ഇപ്പോഴും, After 20 long years in the ministry, Even he now. says, even now, ഇന്നും even today, ഒരു തിരിഞ്ഞു നോട്ടത്തിന് I will not look back. എനിക്കിട വന്നിട്ടില്ല. There was no chance for me to look back. കാരണം കണ്ടതിന്റെ വലിപ്പം ഒരല്പം പോലും എന്റെ കൺമുമ്പിൽ കുറഞ്ഞിട്ടില്ല. ഇനി നോക്കാൻ The greatness of what I have seen hasn't become low or small. ആര് പറയും ഞാൻ കണ്ടു? Who will say, I have seen? ഞാൻ കണ്ടുപോയി. I have seen. എത്ര പേര് പറയും ഞാൻ കണ്ടുപോയി? How many want to say, I have seen? എന്റെ ബ്രദറെ, കൂട്ടായ്മയ്ക്ക് ആരും അടുത്തില്ലെങ്കിലും Even if there is no one in the fellowship, ഈ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. I am ready to stand for this truth. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. I'm saying one thing very clearly. അപ്പോസ്തലന്റെ കഠിനശോധനയിൽ ആ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു. Apostle was all alone in his suffering. പക്ഷേ കണ്ട കാഴ്ച ഒരു പ്രാവശ്യം പോലും കൺമുമ്പിൽ മറഞ്ഞിട്ടില്ല.
But whatever he saw, that didn't disappear ഒരു from his പ്രാവശ്യം eyes. പോലും തന്റെ കൺമുമ്പിൽ നിന്ന് കണ്ട കർത്താവിനെ മാറ്റി നിർത്തിയിട്ടില്ല. Even once, what he has seen hasn't gone from his eyes. അതുകൊണ്ട് ആ മനുഷ്യൻ ഇപ്പോഴും പറയാനുള്ളത് ഇതാണ്, So even now he says, ഛേദമെന്ന് ഞാൻ എണ്ണിയോ അതെല്ലാം ഇന്നും എനിക്ക് ഛേദമാണ്. whatever I considered as loss, it is still loss for me. ഞാൻ കുറെ കാര്യങ്ങൾ ഇതിന്റെ അകത്ത് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. I wanted to say a lot more things, but I'm not able to. ഈ മനുഷ്യന് ഒരു വലിയ ലാഭം കിട്ടി. This man had a lot of gains. ഒരു ഭയങ്കര ലാഭം കിട്ടി. It was a big gain he had. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ആ മനുഷ്യൻ ഇറങ്ങി തിരിച്ചു. So he left everything and went for that. Thank you, Jesus. Thank you, Jesus. ആ കിട്ടിയ ലാഭം യേശുവായിരുന്നു. That big gain that he received was Jesus. രണ്ട് ചോയ്സ് എപ്പോഴും കർത്താവ് മുമ്പിൽ വെക്കും, ശിഷ്യന്മാരുടെ മുമ്പിൽ. വിശ്വാസികളുടെ മുമ്പിൽ ചോയ്സ് ഒന്നും വെക്കാറില്ല. God doesn't keep any choices before believers, but before disciples he keeps two choices. വിശ്വാസികൾക്ക് എപ്പോഴും അപ്പം ഉണ്ടാക്കി കൊടുക്കും. For the believers he always gives them food. മീനിനെ വലുതാക്കി കൊടുക്കും, എല്ലാം കൊടുത്തു വിടും. He will give them plenty of fish. ഇവരിങ്ങനെ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കാൻ പറഞ്ഞ് വയറ് നിറച്ച ആഹാരമൊക്കെ കൊടുത്തു വിടും. So he will fulfill their hunger. പക്ഷെ ശിഷ്യന്മാരോട് കുറച്ചുകൂടി അടുത്ത് കർത്താവ് ഇടപെടും. But to the disciples he deals with them more closely. ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം ഇതാ, ദാനം വേണം ദാതാവിനെ വേണം? To the disciples he says, do you want the gifts or the giver? ഇവിടെയാണ് ആ ചോദ്യത്തിന്റെ പ്രസക്തി വരുന്നത്. This is where the importance of that question comes. അതിന്റെ അർത്ഥം ദാനമില്ല എന്നല്ല. It doesn't mean there are no gifts. ദാനമുണ്ട്. There are gifts. ദാനം തന്ന് നിങ്ങളെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. He will give you gifts and give you the abundance. അത് ഇന്നലെ ഞാൻ പ്രസംഗിച്ച് കേട്ടാ മനസ്സിലാവും. I preached it yesterday. You will understand. നിങ്ങൾ വലുതാവും, നിങ്ങളെ എത്ര വേണം അത്രേ വർദ്ധിപ്പിക്കും. He will give you the abundance what you need. പക്ഷെ നിങ്ങളുടെ കൈ ഏതിലായിരിക്കും? ദാനത്തിന്റെ കയ്യിലാണോ ദാതാവിന്റെ കയ്യിലാണ്? രണ്ട് ചോയ്സ് മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞിട്ട് പറയും ഏത് വേണേലും എടുക്കാം, ദാനമുണ്ട് ദാതാവും ഉണ്ട്. ഒന്ന് ലിമിറ്റഡും മറ്റേത് അൺലിമിറ്റഡും. He gives you the choice. One is gift and one is the giver. The gifts are limited, but the giver is unlimited. ദാനം ഒരിക്കലും, ദാതാവ് എപ്പോഴും. The gift is limited, but the giver is there always. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് ഹൃദയംഗമായിട്ട് എത്ര പേര് പറയും, എന്റെ കർത്താവേ എന്റെ കൈ നീളുന്നത്? How many can say it, that my hand will stretch towards? ഈ കൈനീട്ടൽ കണ്ടാ അറിയാം നിങ്ങൾ വിശ്വാസിയാണോ ശിഷ്യനാണോ എന്ന്. When you stretch your hands, we can understand whether you're a believer or a മുട്ടുവേദന വന്ന് disciple. സൗഖ്യമാകാൻ വന്നിരിക്കുന്നവൻ പെട്ടെന്ന് പറയും കർത്താവേ ആ ദാനം തന്ന് ഞാനങ്ങ് പോയേക്കാം. The one who wants a healing will say, give me the gift and I'm going. എന്നാൽ ചിലർ പറയും, Some will say, ദാതാവേ അങ്ങ് വന്ന എന്റെ മുട്ടുവേദന പോകുമെന്ന് എനിക്കറിയാലോ. once you come in, I know that my healing will be there. എന്റെ സൗഖ്യം അതിനകത്തുള്ളതാണല്ലോ. I know the healing is there in you. ഹല്ലേലൂയ, എനിക്ക് അങ്ങനെയാ വേണ്ടത്. I want you. അങ്ങനെ പറയുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. Thank God for those who say that. ഹല്ലേലൂയ. Hallelujah. എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് അങ്ങേ മതി. I don't want richness, I want you. അങ്ങ് നിമിത്തമുള്ളത് മാത്രം എനിക്ക് മതി. Whatever I have in you, that is enough for me. എത്ര പേര് കരങ്ങൾ ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം? How many will pray with me? Lift your hands and pray. ചിലപ്പോൾ ഞാൻ ആഫ്റ്റർനൂൺ ഈ വചനത്തിന്റെ മറ്റൊരു ഭാഗം സംസാരിക്കാം. I will speak another version of this. ഇപ്പൊ എന്നെ കൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ആ ബർഡൻ ഭയങ്കരമായിട്ട് വ്യക്തികളുടെ ഉള്ളിൽ കർത്താവ് പകരുകയാണ്. That burden is coming on the people. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നിങ്ങളുടെ കൺമുമ്പിൽ ആ കാഴ്ചയെ ദൈവം തെളിയിക്കുകയാണ്. God is giving that clarity in your eyes. നിങ്ങളുടെ കണ്ണ് തുറന്ന് നിങ്ങൾ ആ കാഴ്ച കാണുകയാണ്. You're opening your eyes and seeing it. വേറെ ഒന്നുമല്ല, Nothing else but നിങ്ങളുടെ കൺമുമ്പിൽ ഇരിക്കുന്ന യേശു. you're seeing that Jesus in front of your eyes. ഇത് കഴിഞ്ഞ പകലെ ചോദിച്ച ചോദ്യമല്ല, ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന ചോദ്യമല്ല. This is not the question that you love, whether you love these more than me, whether you love me more than these. ഇന്നത്തെ ചോദ്യം നീ എന്നെ കണ്ടോ എന്നുള്ളതാണ്. The question today is, have you seen me? വായ് കൊണ്ട് മറുപടി പറയാൻ എളുപ്പമാണ്. It is easy to say your answer through your mouth. ഹൃദയം കൊണ്ട് മറുപടി പറയുന്നെങ്കിൽ, If you give that answer with your heart, ഈ ഒരൊറ്റ പകൽ കൊണ്ട് നിങ്ങളുടെ പ്രയോറിറ്റി മാറുകയാണ്. through this one morning your priority will change.
UK-യിൽ നിന്ന് ഞാനിത് സംസാരിക്കുമ്പോൾ കേംബ്രിഡ്ജിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ പഴയ വ്യക്തി ആയിരിക്കത്തില്ല, വേറൊരു വ്യക്തിയായി മാറും. Once you go from this meeting, you will be a new person. നിങ്ങളുടെ പ്രയോറിറ്റിയെ മാറി മറിയുകയാണ്. Your priorities are changing. യേശുവേ, Jesus, എന്റെ പ്രയോറിറ്റി മാറ്റണമേ. change my priority. എന്നെ അങ്ങയുടെ വലിപ്പം ഒന്ന് കാണിക്കണമേ. Show me how the greatness of you, എനിക്ക് Lord. അങ്ങയുടെ വലിപ്പം ഒന്ന് കാണണമേ. I want to see that greatness, Lord. എത്ര പേര് പറയും യേശുവേ? How many will say, Jesus, എനിക്ക് അങ്ങയുടെ വലിപ്പം ഒന്ന് കാണണമേ. I want to see your greatness. വേറൊന്നും എനിക്ക് കാണുവാൻ താല്പര്യമില്ല. I do not want to see anything else. എന്നെ അങ്ങയുടെ വലിപ്പം ഒന്ന് കാണിക്കണമേ. Show me your greatness, Lord. ഇവിടെ എന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി സെറ്റ് ചെയ്യപ്പെടുകയാണ്. This is where my life's priority is being set. യേശുവേ, Jesus, you are my everything. you are my everything. അങ്ങന്റെ എല്ലാമാണ്. You are my everything. അങ്ങന്റെ എല്ലാമാണ്. You are my everything. ഈ നിക്ഷേപം എന്റെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നു. This treasure is in earthen vessels. എത്ര പേര് എന്റെ കൂടെ എഴുന്നേറ്റ് നിൽക്കുവാൻ താല്പര്യപ്പെടും? How many are ready to stand with me? എത്ര പേര് എന്നോടൊപ്പം ഈ ഹോളിൽ കൂടെ നടന്ന് പ്രാർത്ഥിക്കുവാൻ താല്പര്യം? How many are ready to walk around this hall and pray? ഓ യേശുവേ, Jesus, ഇന്ന് ഞാൻ അങ്ങയെ കാണുകയാണെന്ന് എത്ര പേര് പറയും? I am seeing you today, Lord. എന്തെല്ലാം എന്റെ കൺമുമ്പിൽ ഉണ്ടോ അതിനെല്ലാം വലുതായിട്ട് ഞാൻ അങ്ങയെ കാണുകയാണ്. Whatever is there in front of my eyes, I am seeing you greater than all these ഏത് things. കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ്. I am ready for any compromise. ഏത് അനുരഞ്ജനത്തിനും ഞാൻ തയ്യാറാണ്. I am ready for any compromise. ഏത് സുഖങ്ങളോടും നോ പറയാൻ ഞാൻ I am തയ്യാറാണ്. ready to say no to all the എന്റെ gains. യേശുവിന് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. I am ready to sacrifice anything for Jesus. എന്റെ കർത്താവ് കഴിഞ്ഞിട്ട് എനിക്ക് എന്തും ഉള്ളൂ എന്ന് പറയാൻ എത്ര പേർക്ക് How താല്പര്യമാണ്? many are ready to say Jesus is the greatest for me? കരങ്ങൾ ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞേ. Say, lift your hands and say, യേശുവേ, Jesus, ഓ ലോർഡ്, oh Lord, ഓ ലോർഡ്, oh Lord, എന്റെ പൊന്നു കർത്താവേ, my Lord, യു ആർ മൈ എവറിഥിങ്. you are my everything. അങ്ങന്റെ എല്ലാമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe you are my അങ്ങന്റെ everything. എല്ലാമാണെന്ന് ഞാൻ വിളിച്ചു പറയുന്നു. I am saying you are my everything. ആ ശിഷ്യത്വത്തെ ഞാൻ എന്റെ മേൽ സ്വീകരിക്കുന്നു. I receive that discipleship ആ into me. ശിഷ്യത്വത്തെ ഞാൻ എന്റെ മേൽ സ്വീകരിക്കുന്നു. I receive that discipleship into me. എന്തും സഫർ ചെയ്യുവാൻ, To suffer anything, ഏത് എക്സ്റ്റെന്റ് വരെയും പോകുവാൻ, to go to any extent, എന്തും സഹിക്കുവാൻ to suffer anything. ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. I submit myself. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. No turning back. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back. Thy cross before me, thy will behind me. Thy cross before me, thy will behind me. Thy cross before me, thy will behind me. No turning back, no turning back. How many of you want to sing that? No turning back, no turning back. You call me for it, I'm standing for it. You called me for it, I'm standing for it. You called me for it, I'm standing for it. No turning back, no turning back. Whether it's in the mountain or it's in the valley, no turning back. കർത്താവേ, അത് താഴ്വരയായാലും അത് മലമുകളായാലും, Whether it is the mountain or the valley, ഒരു തിരിഞ്ഞു നോട്ടത്തിന് ഞാൻ no തയ്യാറല്ല. turning back. No turning back, No turning no back. turning back. No turning back. I have decided to follow Jesus. I have
decided to follow Jesus. Da-na-na-na-na, da-na-na-na-na-na. No turning back, no turning back, no turning back, no turning. Whether it is mountain or it is valley, whether it is mountain or it is valley, whether it is mountain or it is valley, no turning back, no turning back. whether it is life or whether it is death or whether it is life or whether it is death or no turning back, no turning back, no turning back, no turning back. I have decided to follow Jesus. Is this your decision? Sing it with me. Oh, I have decided to follow Jesus. I have decided to follow Jesus. No, I can't turn back. I can't turn back. I can't turn back. I can't turn back. Thy cross before me, thy will behind me. Thy cross before me, thy will behind me. No turning back, 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 No turning back. Jesus, you are my prophet. You are my gain. യേശുവേ, എൻ്റെ Jesus, ജീവിതത്തിൽ ഞാൻ നേടിയ ഏറ്റവും വലിയ ലാഭം you are the greatest gain that I have achieved in this life. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലാഭം The greatest profit or gain that I ജീസസ് have received അങ്ങാണ് is യേശുവേ. Jesus. You are that. Thy finished work is before me, and I'm walking in your will. Thy will is behind me. Amen. I can't turn back because he has finished everything for me. ഇന്ന് ദാനവും ദാതാവും ഇവിടെ വന്നിട്ടുണ്ട്. The Of gift course. and the giver is here. നിങ്ങൾക്ക് ദാനങ്ങളെ കൊണ്ട് അവൻ മൂടും. He will cover you with gifts, പക്ഷേ ഇന്ന് ദാതാവിനെ കൊണ്ട് പോകാവുള്ളൂ. but go only with the giver. ദാനം കൊണ്ട് മാത്രം പോകരുത്. Don't go back with the gifts. ദാതാവിനെയും കൊണ്ടേ പോകാവുള്ളൂ. Go with the giver. എത്ര പേര് ദാനങ്ങളെ സ്വീകരിക്കുന്നു? How many are receiving the gifts? സൗഖ്യങ്ങൾ ഇതിന്റെ നടുവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവ്. Healings are happening in the midst. വലിയ രോഗസൗഖ്യങ്ങളെ കർത്താവിന്റെ നടുവിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. Big healings are happening in this midst here. വലിയ രോഗസൗഖ്യങ്ങളെ കർത്താവിന്റെ നടുവിൽ Big നയിച്ചു. healings are happening here. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാവും. In Jesus' name, let there be healing. ഒന്നോ രണ്ടോ പേരല്ല, അനേകരുടെ മേൽ സൗഖ്യത്തിന്റെ വ്യാപാരം അയച്ചുകൊണ്ടിരിക്കുന്നു. Healing is coming on many here. പെട്ടെന്ന് രോഗസൗഖ്യം വേണ്ടിയവർ പ്രാർത്ഥിച്ചു. People pray who need a healing. പെട്ടെന്ന് രോഗസൗഖ്യം വേണ്ടിയവർ എന്റെ കൂടെ അഗ്രി ചെയ്തു. People agree with me who need a healing. നിങ്ങൾക്ക് സൗഖ്യം വേണ്ട ഇടത്തേക്ക് നിങ്ങളുടെ കൈകൾ വെച്ചു. Put your hands on the place where you need healing. നിങ്ങൾക്ക് സൗഖ്യം വേണ്ട ഇടത്തേക്ക് നിങ്ങളുടെ കൈകൾ വെച്ചു. Put your hands on the place you need healing. പെട്ടെന്ന് കൈകൾ വെച്ചു.
put your hands right now. യേശുവേ എന്ന് വിളിച്ചോ. Call upon his name, Jesus. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കുകയാണ്. In Jesus' name, healings നിങ്ങൾ are കൈവെക്കുന്ന ഇടത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. His power is coming on where you are putting your യേശുവിന്റെ hands. നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. You are receiving the healing in Jesus' യേശുവിന്റെ name. നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. In Jesus' name, you are receiving the ആ healing. പവർഫുൾ നെയിം നിങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. That powerful name is healing you. അത്ഭുതകരമായ ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ മേൽ വന്നുകൊണ്ടിരിക്കുകയാണ്. That life of Jesus is coming on you. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. In Jesus' name, you are being healed. ആസ്മ പേഷ്യൻസ് സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. Asthma is being healed. നെഞ്ചിനകത്തുള്ള ശ്വാസ തടസ്സങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. All the breathing difficulties are being healed. യേശുവിന്റെ നാമത്തിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. All the breathing difficulties are being healed. നെഞ്ചിനകത്തുള്ള പ്രയാസങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. Chest problems are being healed. ഹാർട്ട് ബ്ലോക്കുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. Heart blocks are being healed. പെയിനുകൾ വിട്ടുമാറട്ടെ. Pains are being healed. ചെസ്റ്റ് പെയിനുകൾ വിട്ടുമാറട്ടെ. Chest pains be removed. നട്ടെല്ലുകൾ സൗഖ്യമാവട്ടെ. Let the backs be healed. കാലുകൾ സൗഖ്യമാവട്ടെ. Let the legs be healed. ഇടത്തെ കാലുകൾ സൗഖ്യമാവട്ടെ. Left legs are being healed. ഇടത്തെ കാലുകൾ സൗഖ്യമാവട്ടെ. Left legs be healed. വലത്തെ കാലുകൾ Let സൗഖ്യമാവട്ടെ. the right legs be healed. യേശുവിന്റെ ജീവൻ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. Let the life of Jesus spread കുഞ്ഞുങ്ങളുടെ here. മേൽ നിന്ന് ദുരാത്മാക്കൾ വിട്ടുപോട്ടെ. Spirits are leaving children. ഓട്ടിസം സൗഖ്യമാവട്ടെ. Let autism be healed. ഇപ്പോൾ തന്നെ അത് സൗഖ്യമാവട്ടെ. Right now. യേശുവിന്റെ ജീവനാൽ അത് സൗഖ്യമാവട്ടെ. In Jesus' life, let it be healed. സഹോദരി കർത്താവിനെ തൊടുന്നു. ആ കൈ ഉയർത്തി മകളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടെ. ഓടിവാ മോനെ, ഓടിവാ. യു ആർ ടച്ചിങ് ജീസസ്. ആരൊക്കെയോ യേശുവിനെ തൊടുന്നു. You are touching യോ Jesus. വണമെങ്കം അടുത്ത് വാ, അടുത്ത് വാ, അടുത്ത് വാ. മോളെ നീ യേശുവിനെ തൊടുന്നു. You are touching Jesus. നീ യേശുവിനെ തൊടുന്നു. You are touching Jesus. യെസ് യെസ്. എന്താ പേര് നിങ്ങളുടെ? മിനി. മിനി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക. Listen, Minnie. നിങ്ങൾ യേശുവിനെ തൊടുന്നത് ഞാൻ കാണുന്നു. You are touching Jesus. ഓ, മിനി യേശുവിനെ തൊടുന്നു. Minnie, you are touching Jesus. ഈ ഏരിയയില് ഇവിടെ Yes, that's true. Yeah, I got pleurisy. ഇവിടെ കർത്താവ് സ്പർശിക്കുന്നു. God is touching your lungs. ഭയങ്കര സ്പർശനം നടക്കുക അവിടെ. His touch is coming on you. ഓ, ഈ മകളുടെ മേലെ ആ ദൈവിക സ്പർശനം വരുന്ന എല്ലാവരും ഒന്ന് കണ്ടോ. Divine touch is coming on you. നിറയട്ടെ. Be filled. ആള് മാറിയവളെ പോലെ ദൈവങ്ങളെ ആക്കുകയാണ്. God is changing you. You are going to be a changed person. ഒരു നിഴൽ ഈ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ The shadow is leaving this body. നീ ഇതിനാടി കർത്താവിന്റെ ശക്തി അവിടെ ശരീരത്തിലേക്ക് അടിക്കുന്നു. Power of Jesus is coming on you. ടച്ച്. അഴിഞ്ഞു പോകട്ടെ അത്. Let the shadow leave in Jesus' name. അഴിഞ്ഞു പോകട്ടെ അത്. Let it leave. അഴിഞ്ഞു പോകട്ടെ അത്. അഴിഞ്ഞു പോകട്ടെ അത്. വിട്ടൊഴിയട്ടെ അത്. ഇനി ഇവൾക്കത് വേണ്ട. ഈ മകൾ യേശുവിന്റെ മകളാണ്. She is the daughter of Jesus. കർത്താവിന്റെ പുത്രിയായവള്. She is the daughter of ഒരു Jesus. തരത്തിൽ ഇവളെ തൊടാൻ നിനക്ക് അധികാരമില്ല. Satan, you cannot touch her. ഇന്ന് ഇപ്പൊ തന്നെ അത് അഴിഞ്ഞു പോവാ. The shadow is leaving. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോവാ. In Jesus' name. വിട്ടുപോവുക ഈ ശരീരത്തിൽ നിന്ന്. That is leaving in Oh. Jesus' name. വിട്ടുപോവുക ഈ ശരീരത്തിൽ നിന്ന്. It is leaving in Jesus' name. ജീവന്റെ ശക്തി ഇറങ്ങട്ടെ. The life of Jesus is coming. ജീവന്റെ ശക്തി ഇറങ്ങട്ടെ. Power of life is coming. ജീവന്റെ ശക്തി ഇറങ്ങട്ടെ. അസാധാരണമായ ഒരു ദൈവിക ജീവൻ പ്രവേശിക്കുന്നു. Let the ശക്തി extraordinary പ്രവേശിക്കുന്നു. life ശക്തി is പ്രവേശിക്കുന്നു. getting into you. ശക്തി എല്ലാവരും കാണുക. ഈ മകളെ യേശു തൊടുന്നത് കാണുക. God is touching you. He is filling you. മിനി ഇപ്പൊ ദൈവ സാന്നിധ്യത്താൽ നിറയട്ടെ. Be ഈ filled with മിനിറ്റിൽ ഈ His മകളെ presence. സൗഖ്യമാവട്ടെ. Be healed. യേശുവിന്റെ ശക്തിയാൽ സൗഖ്യമാവട്ടെ. Be healed in In Jesus. Jesus name. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കും. എന്താ മിനി അത് പറയൂ. അത് എന്താ അത് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറേ അധികം വർഷങ്ങളായിട്ട് ഒരു പെയിനും ഇങ്ങനെ എപ്പോഴും ഉണ്ട്, ഒരു ടെൻഡർനെസ് പോലെ. Okay, all the time അത്. She's got pain on the right side of the chest for a long time. പ്ലൂറസി ആയിട്ട് ലങ്സിന്റെ കവറിങ്ങിന് ഇൻഫ്ലമേഷൻ ആയിട്ട് വരിക. ഈ ഏരിയ കർത്താവിനെ കാണിച്ചേ. This is the area. താഴെയല്ല, മേളിലല്ല. This is the area. നമ്മുടെ ഈ വാരിയലിന്റെ സൈഡിൽ ഇവിടെയാ കർത്താവ് തൊടുന്ന കണ്ടേ. Hallelujah. Hallelujah.
Minnie, you're perfectly healed. Minnie had pleurisy for the last 2 years. Hallelujah. She's being healed. കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന കൊടുക്കുക. Amen. ആ മകളെ കർത്താവ് സൗഖ്യമാക്കിയതിനായിട്ട് God യേശുവിനെ has നന്ദി healed പറയുക. her. Thank Jesus for ഓരോ that. ജീവിതങ്ങളുടെ മേലും ആ സ്പർശനം His touch is coming on ഈ each സഹോദരിയുടെ person's ഇടത്തെ life. കാലിനെ യേശു തൊടുന്നുണ്ട്. യെസ്, ഈ ഇടത്തെ കാലിന്റെ മേലെ യേശുവിന്റെ സ്പർശനം നടക്കുന്നത് ഞാൻ കാണുന്നു. ആ മമ്മി സഹോദരോടൊന്ന് പറഞ്ഞ ഇടത്തെ കാലിൽ ദൈവത്തിന്റെ സ്പർശനം നടക്കുന്നു. Your left leg is Yes. being touched by Jesus. പറഞ്ഞേ, യേശുവിന്റെ നാമത്തിൽ. എന്തുവാ? ഓ ജീസസ്, ഈ മിനിറ്റിൽ തന്നെ വിശ്വസിച്ചു. അതവിടെ സംഭവിക്കുക, അതവിടെ സംഭവിക്കുക. She is praying for her sister. എന്താ അവളുടെ പേര്? ലൈസാമ. യേശുവിന്റെ നാമത്തിൽ ലൈസാമ ഇപ്പൊ സൗഖ്യമാകുന്നു. Lysama is being healed in കരമടിച്ചുകൊണ്ട് Jesus' യേശുവിന് name. ആരാധന കൊടുത്തു. നല്ലതായിട്ട് കരമടിച്ചുകൊണ്ട് യേശുവിന് ആരാധന Her കൊടുത്തു. sister is being healed in Jesus' name. കർത്താവിന്റെ ജീവന ലൈസാമയുടെ മേൽ ഇപ്പോൾ തന്നെ His life is coming on her. ഒന്ന് കൈ ഉയർത്തിക്കേ. യെസ്, യു. ജീസസ് is touching you. God is touching you. ആ മകളുടെ ചെസ്റ്റിലേക്ക് യേശുവിന്റെ സ്പർശനം His നടക്കുന്നത്. touch is coming on your chest. വലിയൊരു വെയിറ്റ് തന്നെ കർത്താവ് ഇവിടുന്ന് എടുത്തു മാറ്റുക. He's lifting a big weight from your ആ chest. മകളെ മുമ്പോട്ട് വിടാമെങ്കിൽ ഞാൻ അവൾക്ക് വേണ്ടി ഒന്ന് Come പ്രാർത്ഥിക്കാം. forward, please. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഈ മകളെ യേശു തൊടുകയാണ്. God is touching you. ആ നെഞ്ചിലേക്ക് കൈ അമർത്തി വെച്ചു. Put your hand over your പൊന്നേശ്വേ chest. എന്ന് വിളിച്ചോ. Call his വേറൊന്നും name, വിളിക്കണ്ട. Jesus. പൊന്നേശ്വേ എന്ന് വിളിച്ചോ. Call his name, Jesus. പൊന്നേശ്വേ എന്ന് വിളിച്ചോ. Call his name, Jesus. പൊന്നേശ്വേ എന്ന് വിളിച്ചോ. വിളിച്ചോ 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 വിളിച്ചോ. ഉറക്കം വിളിച്ചോ, ഉറക്കം വിളിച്ചോ, ഉറക്കം വിളിച്ചോ. പൊന്നേശ്വേ എന്ന് വിളിച്ചോ. Call his name, Jesus. ഈ മകളെ മാത്രമല്ല, ആ പുറകെ നിൽക്കുന്ന അച്ചായന്റെ നട്ടലിൽ യേശു തൊടുന്നു. God is touching your back. നട്ടലിൽ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. ആ ഈ മിനിറ്റ് സൗഖ്യമാവുക എന്ന് പറയുക ആളോട്. God is touching your back. ബ്രദർ, നിങ്ങൾ ഇപ്പൊ തന്നെ സൗഖ്യമാവുകയാണ്. You are being healed right യേശുവിനെ now. ഈ മകളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. God is touching her. യേശുവിന്റെ നാമത്തിൽ. ബാക്ക് പെയിൻ എത്ര വർഷമായതായത്? കുറെ വർഷമായത്. സൗഖ്യമായിക്കോ യേശുവിന്റെ നാമത്തിൽ. കുറെ ശക്തി ഇപ്പൊ അതിനു വേണ്ടി പുറപ്പെടുവാണ്. കുറെ വർഷമായതിനെ പുറത്താക്കാൻ വേണ്ടി കുറെ ദൈവശക്തി ഇപ്പോൾ പുറപ്പെടുകയാണ്. He has had back pain for കരങ്ങളെ many അടിച്ചുകൊണ്ട് years. യേശുവിന് ആരാധന കൊടുക്കും. And that back pain is being healed. യേശുവിന്റെ നാമത്തിൽ ഈ മനുഷ്യൻ സൗഖ്യമാവട്ടെ. Let the man be healed in ഓ Jesus' ജീവന്റെ name. സമൃദ്ധി ഇറങ്ങട്ടെ, ജീവന്റെ സമൃദ്ധി ഇറങ്ങട്ടെ. Let the abundance of life fall on you. ഓരോ മക്കളുടെ മേലും ആ സ്പർശനം നടക്കുകയാണ്. The touch of Jesus is coming on each യേശുവേ എന്ന് വിളിച്ചോ. person. യേശുവേ എന്ന് വിളിച്ചോ. Call his name, അജയ Jesus. അജയ അജയ. ഓ, നിങ്ങളുടെ നട്ടലിൽ യേശു തൊട്ട് കേട്ടോ. God has touched കരണ്ട് your പാസ് back. ചെയ്യുന്ന പോലെ അതിലേക്ക് ഒരു ദൈവശക്തി പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ചെയ്യാൻ വയ്യാത്ത എല്ലാം ഇവിടെ ഒന്ന് ചെയ്തോ. കുനിയാൻ പറ്റത്തില്ല കുനിഞ്ഞോ, നിവരാൻ പറ്റത്തില്ല നിരന്നോ, ചെയ്യാൻ പറ്റാത്ത എല്ലാം ചെയ്തോ. God has touched your back. ഹല്ലേലൂയ. ആ സ്പർശനം ഇപ്പൊ അനുഭവിക്കാൻ പറ്റിയോ? ടച്ച് ഇപ്പൊ അനുഭവിക്കാൻ പറ്റിയോ? Did you experience that സ്പർശനം touch? ശരീരത്തിൽ വരുന്നത് ഞാൻ കണ്ടു. Hallelujah. Give glory to Jesus. Give glory to Jesus. Hallelujah. Hallelujah. ഓരോ മക്കളുടെ മേലും ആ സ്പർശനം വരുക. ഈ That സഹോദരൻ touch is മാത്രമല്ല, coming. ആ സഹോദരി യേശു തൊടുന്നുണ്ട്. മകളെ യേശുവേ എന്ന് വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. നിന്റെ God വിഷയങ്ങൾ has കർത്താവ് ഏറ്റെടുക്കുന്നുണ്ട്. God is taking your problems. ജോബ്രറെ ആ സഹോദരി കൊണ്ട് ഒന്ന് പോയി പ്രാർത്ഥിച്ച് ആ മകളുടെ ഭാരങ്ങളെ കർത്താവ് ഏറ്റെടുക്കുന്നു. God is taking your burdens. ഓ, ഈ മകളുടെ മേൽ ഇപ്പോഴും ദൈവിക സ്പർശനം നടക്കുന്നുണ്ട്. അവരെ അങ്ങോട്ട് വിട്ടോ. അവരുടെ മേൽ കർത്താവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവേ യേശുവേ വിളിച്ചേ വിളിച്ചേ വിളിച്ചേ. എല്ലാരും വിളിച്ചേ. കർത്താവേ എന്ന് വിളിച്ചേ. ആ പൊന്നുനാമത്തെ വിളിച്ചേ. യേശുവേ എന്ന് Call വിളിച്ചേ. his precious name. യേശുവേ എന്ന് വിളിച്ചേ. Call his name. യേശുവേ. ഓ, ഇവരുടെ വീട്ടിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. Healing is coming in ഈ your മകളുടെ house. വീട്ടിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. Healing is coming into ഈ your house. വീട്ടിൽ നിന്ന് ശാപം ഓടുവാണ്. The curse is leaving this house. കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തു. ഈ വീട്ടിൽ നിന്ന് കേഴ്സസ് പൊട്ടി വീഴുക. Curse is leaving your house. നിങ്ങൾ കാണുക, ഈ മകളെ യേശു തൊടുന്ന കാണുക. God is touched. ശാപങ്ങൾ പൊട്ടി വീഴുക. Curse is leaving you. അഴിയട്ടെ, Let the curse അഴിയട്ടെ, break in. അഴിയട്ടെ, അഴിയട്ടെ. വിട്ടുപോ. കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോ. കള്ള പിശാചിന്റെ പ്രവർത്തികൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. ഈ വീട് മുഴുവൻ ഇന്ന് കർത്താവിന്റെ രക്ഷ കയറുക. തലമുറകളെ കെട്ടിവെച്ചിരിക്കുന്ന
സകല ഭാണ്ഡക്കെട്ടുകളും ഇന്ന് തന്നെ ഇവിടെ പൊട്ടി വീഴട്ടെ. All the hereditary curses are breaking in Jesus' name. ജനറ്റിക്കൽ ഡിസോർഡറുകൾ മാറിപ്പോട്ടെ. Genetic disorders യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. are being healed. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. Jesus' name. കർത്താവിന്റെ മഹത്വം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. His glory is filled here. യേശുവിന്റെ നാമത്തിൽ In Jesus' name. ശരീരത്തിലെ അലർജികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Allergies are disappearing. ശരീരത്തിലെ അലർജികൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Allergies are being healed. യേശുവിന്റെ നാമത്തിൽ അലർജികൾ In സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. Jesus' name, allergies are being healed. ബ്രദറെ യേശു തൊടുന്നു. God is touching you. യേശു നിങ്ങളെ തൊടുന്നു ബ്രദറെ. എന്റെ അടുക്കലേക്ക് ഓടി വരിക. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബ്രദറെ, കർത്താവ് നിങ്ങളെ തൊടുന്നു. യേശുവിന്റെ സ്പർശനം നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഓ യോഹന്നാൻ, യോഹന്നാൻ, യോഹന്നാനാണോ? യോഹന്നാനാണോ? യോഹന്നാൻ, 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 ജോൺ, ജോൺ, ജോൺ ആണോ? ജോൺ, ജോൺ, ജോണേ, ശാപങ്ങൾ പൊട്ടുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന്. Curses breaking. യേശുവിന്റെ നാമത്തിൽ വീട്ടിൽ നിന്ന് ശാപങ്ങൾ പൊട്ടുന്നു. Curses are being broken ഈ in Jesus' മനുഷ്യന്റെ name. പേര് എന്നെ എഴുതി കാണിക്കുന്ന കർത്താവ് യോഹന്നാൻ. എന്നിട്ട് യേശു പറയുന്നു വീട്ടിൽ നിന്ന് ശാപങ്ങൾ പൊട്ടുകയാണ്. Curses are being broken in Jesus' name. കരങ്ങളെ അടിച്ചത് യേശുവിന് ആരാധന കൊടുത്തു. ജീവന്റെ ശക്തി ഈ മനുഷ്യന്റെ മേൽ ഇപ്പോൾ തന്നെ പ്രവേശിക്കണം. Power of life is coming on you. യോഹന്നാൻ എന്ന് എഴുതി കാണിച്ചിട്ട് കർത്താവ് പറഞ്ഞു ജോണാണ്, ഞാൻ ജോണിനെ വിടുവിക്കുകയാണ്. കരം അടിച്ച യേശുവിന് ആരാധന കൊടുക്കും. He says he's delivering you, John. ഓ ഈ കുടുംബത്തിൽ വലിയ വിടുതലായിരുന്നു സംഭവിക്കുന്നത്. യേശുവെ ആരാധന എന്ന് പറഞ്ഞാട്ടെ. There's a big deliverance in your family. കൈക്കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരോ എവിടെയുള്ളേ? Who's praying here for a small child? കൈക്കുഞ്ഞിന് വേണ്ടി For a little baby here. ഇൻഫന്റ്. If you are praying for an infant or a very little small baby here, ഓ സൗഖ്യമാവും ആ കുഞ്ഞ്. that child is being healed. ഇപ്പൊ എന്നോട് അങ്ങനെ പറയാൻ കർത്താവ് പറയുന്നു. God says to say that കൈക്കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. small little baby is being healed. കരങ്ങളെ അടിച്ച യേശുവിന് വേണമെങ്കിൽ ആരാധന കൊടുക്കാം. Give glory to Jesus. ഹാർട്ടിന്റെ ഹോളുകളെ യേശു സൗഖ്യമാക്കുന്നു. God is healing the holes in the heart. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. In Jesus' name that is being healed. ഹാർട്ടിന്റെ ഹോളുകളെ യേശു സൗഖ്യമാക്കുന്നു. Amen. അത് റെസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അത് റെസ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അത് റെസ്റ്റോർ It is ചെയ്യപ്പെടുകയാണ്. being restored. യോഹന്നാനേ, നിന്റെ വീട്ടിൽ രക്ഷ വന്ന മകനെ, നിങ്ങളുടെ വീട്ടിൽ രക്ഷ വന്നിരിക്കുക. അത്ഭുതം തുടങ്ങി ബ്രദറെ, അത്ഭുതം തുടങ്ങി Salvation ബ്രദറെ. has come to your house. നിങ്ങളുടെ വീട്ടിൽ രക്ഷ വന്നിരിക്കുക ബ്രദറെ. Salvation has come to your അത്ഭുതം തുടങ്ങി house. ബ്രദറെ, അത്ഭുതം Miracles തുടങ്ങി have ബ്രദറെ. started in your house. കർത്താവ് ഉറപ്പ് പറയാൻ പറയുന്നു, അത്ഭുതം God തുടങ്ങി ബ്രദറെ. says, യേശുവിന്റെ നാമത്തില് Amen. നീ പിടിച്ചൊതുക്കിയതിനെ ഇനി നീ ഒതുക്കേണ്ട വരത്തില്ല. കർത്താവ് അതിനെ തൊട്ട് കഴിഞ്ഞു. പോക്കോ God has പോക്കോ touched. പോക്കോ പോക്കോ യേശുവിനെ തൊട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. touched you. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുക്കും. Clap your hands and give him glory. എല്ലാ മക്കളും പറഞ്ഞു യേശുവേ, Jesus, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. we love you, Lord. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I love you, Lord. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. I love you, Lord. യേശുവേ, Jesus. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ആ കാഴ്ച ഇന്ന് കാണാൻ കർത്താവ് പറയുകയാണ്. God says to see that വേറൊന്നുമല്ല, എന്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാഴ്ചയാണ്, എനിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ കാഴ്ചയാണ് യേശു. ഞാൻ അതിനെ കണ്ടുപോയി. എനിക്കിനി വേറെ ഒന്നും ഒരു അട്രാക്ഷൻ ആയിട്ടില്ല. God says to see that greatest sight in your eyes, that is ഇന്ന് Jesus. അങ്ങനെ കർത്താവ് ചിലരെ മാറ്റുകയാണ്. God is changing some people today like that. ആരെന്നെ വിചാരിച്ചാലും എനിക്കെന്നെ, ഞാൻ ലജ്ജ കൂടാതെ ആരോടും ഇത് പറയും. I don't care what others think about me because I have seen it. I will say it. മങ്ങാത്ത കാഴ്ചകളെ ദൈവം കണ്ണിന് മുമ്പിൽ കാണിക്കുകയാണ്. God is seeing, making you see that. ഹല്ലേലൂയ. ആ ഒരു തലത്തിലേക്ക് ദൈവം വ്യക്തികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. God is taking certain people to that പരിശുദ്ധാത്മാവ് level. വ്യക്തികളെ കടാടി വെച്ച് മോളോട് പറയാൻ കർത്താവ് പറയുന്നു. God says to tell you that. കറുത്ത ഉടുപ്പിട്ട് മോളോട് പറയാൻ വേണ്ടി പറയുന്നത്. Come forward, മോളെ. Want to tell you something. Jesus, today's message is for you. God says today's Hallelujah. message is for you. നിനക്ക് വേണ്ടിയുള്ളതാണ് സന്ദേശം. That message was for you.
യേശു ഇന്ന് നിന്റെ പ്രയോറിറ്റി, നിന്റെ ലൈഫിന്റെ പ്രയോറിറ്റിയെ സെറ്റ് ചെയ്യുകയാണ്. God is setting your priority today. ഒരു വലിയ കാഴ്ച ദൈവം നിന്നെ കാണിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, യേശു എന്ന കാഴ്ചയാണ്. God is showing you Jesus. ഈ മകളുടെ ശരീരത്തിൽ യേശുവിന്റെ സ്പർശനം നടക്കാൻ പോവാ. His touch is coming on your body. ഈ മകളുടെ ശരീരം ഇപ്പൊ സൗഖ്യമാകുന്നു എന്നോട് കർത്താവ് പറയുന്നു. God says your body is going to be healed now. ഇവളുടെ സ്കിന്നിനെ യേശു ഇപ്പൊ തൊടാൻ പോവാണ്. God is going to touch your skin. ഈ മിനിറ്റിൽ അവളുടെ സ്കിന്നിൽ യേശുവിന്റെ സ്പർശനം വരികയാണ്. God's touch is coming on your skin. അതൊരു വലിയ ഹീലിംഗ് ആണ് ഇവളുടെ മേൽ സംഭവിക്കുന്നത്. This is a big healing in you. ഒരു ഷാഡോ തന്നെ ഈ കുഞ്ഞിന്റെ മേൽ നിന്ന് പൊഴിഞ്ഞു പോകും. There's a shadow leaving you. കാണേണ്ടവരെല്ലാം കണ്ടു, ഒരു ഷാഡോ ഈ കുഞ്ഞിന്റെ മേൽ നിന്ന് പൊഴിഞ്ഞു പോകും. There's a shadow leaving this child. യേശുവിന്റെ നാമത്തിൽ, In Jesus' name. നിന്റെ ബാല്യത്തിൽ നിന്നെ പിന്തുടർന്നത് നിന്നെ ഇനി തുടരുകയില്ല. There was a shadow which followed you when you were a child.